ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് മുന്നേ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ അല്ലേ? ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. So, yes. So, good evening and welcome to 90 Plus Double Power Tuition, the world's first learning assurance model. Before we start today's class, let me explain how our 90 Plus Double Power model works. This system is designed to help you understand clearly and score higher marks. On day one, we will learn the concept in a highly interactive way. You can ask questions freely, clear all your doubt, and actively participate. My goal is to make sure you understand the topic completely. On day two, we will take the same subject again. You must come prepared. I will ask questions and make you write answers to ensure you have studied properly. This will improve your memory, writing practice, and exam confidence. Okay. സോ ഇന്ന് ഡേ ടുവിന്റെ വർക്ക്ഔട്ട് ക്ലാസ് ആണ് കേട്ടോ ഇന്ന് വരുന്നത്. എക്സാം ഇല്ല, പക്ഷെ നമ്മൾ എന്താണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, സോ യെസ്, അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എല്ലാവരും പിന്നെ ക്യാമറ ഓൺ ആക്കണം കേട്ടോ. വൈഷ്ണവി, എയ്തൻ, ഐറീൻ, അലിയ, അൻവിത, ധൻവിന്ദ, സ്റ്റീവ്, അഭിരാം, കേശവ്, ലക്ഷ്മി, ശ്രീ, ഇമാനുവൽ. യെസ്, ഓക്കെ, യെസ്, എയ്തൻ, അലിയ, യെസ്, ധൻവിന്ദാസ്, കേശവ്, ഇമാനുവൽ, ഹർഷവർദ്ധൻ, ഭഗത്, ലക്ഷ്മി, ശ്രീ, ഇമാനുവൽ. ക്യാമറ ഓൺ ആക്കി കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങക്ക്? എന്തായിരുന്നു ഇന്നലെ പഠിച്ചത്? ഹായ് ഹായ്. യെസ്, എന്തായിരുന്നു ഇന്നലെ പഠിച്ചത്? ആരാണ് പറയുന്നത്? വൈഷ്ണവി പറയൂ, എന്താണ് ഇന്നലെ പഠിച്ചത്? എന്ത് പറ്റി ടെൻഷനായി? Studied about deductions, then the properties of parallelogram, then about rhombus. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരലലോഗ്രത്തിന്റെ ഒരു പ്രോപ്പർട്ടി പറയൂ. ആരാണ് പറയാ? കാശിനാഥ് പറയൂ. കാശിനാഥ്. Opposite sides are equal. പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. വെരി ഗുഡ്. ദെൻ ആരാണ് പറഞ്ഞത്? കാശിനാഥ് തന്നെയാണോ പറഞ്ഞത് ആൻസർ? Good evening. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ പാരലലോഗ്രത്തിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആരാ പറയാ? സ്റ്റീവ് പറയൂ. പറഞ്ഞോളൂ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? എനിക്ക് അറിയത്തില്ല, നോക്കണം. നോക്കിയിട്ട് പറഞ്ഞോളൂ. എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ, പാരലലോഗ്രാം എങ്ങനെയാണ് ഷേപ്പ് വരുന്നത്? നിങ്ങക്ക് ഓർഡറിൽ തന്നെ പറയണമെന്നില്ല കേട്ടോ. നിങ്ങക്ക് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഓർമ്മയുള്ളതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറയട്ടെ. ആരാണ്? ഓപ്പോസിറ്റ് സൈഡ് ഈക്വലാ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് യെസ്, വേറെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടി. ആംഗിൾസ്. യെസ് യെസ്, മതി മതി മതി. യെസ് 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 യെസ്, ഓക്കെ, താങ്ക് യു കേട്ടോ, വെരി ഗുഡ്. ഇനി അടുത്തത് എന്തായിരുന്നു? ഞാൻ ചോദിക്കാം, അടുത്ത ഐറീൻ പറയൂ അടുത്തൊരു പ്രോപ്പർട്ടി. ഓർമ്മയുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ക്രിഷ് പറയൂ, എന്താണ് അടുത്ത പ്രോപ്പർട്ടി? ക്രിഷ്, ക്രിഷ് ഇല്ലേ ഇവിടെ? ഏതൻ കറക്റ്റ് ആണ് കേട്ടോ, വെരി ഗുഡ്. ആൻഡ് ക്രിഷിന്റെ പറയൂ, ക്രിഷ് പറയൂ അടുത്ത പ്രോപ്പർട്ടി. കേൾക്കുന്നില്ല മോനെ. ഐ തിങ്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തോ മൈക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. അനർഘ്യ പറയൂ അടുത്ത പ്രോപ്പർട്ടി എന്താണ്? Ma'am, opposite pairs of angles are equal. ഓക്കെ. Adjacent angles are interior. അഡ്ജസന്റ് ആംഗിൾസ് ആർ Interior angles. Same sides. ഓക്കെ ഓക്കെ. അതെന്തായിരിക്കും അഡ്ജസന്റ് ആംഗിൾസ്? Oh. ഒരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു.
Adjacent pairs of angles are equal. അത് പറഞ്ഞല്ലോ, അഡ്ജസന്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അല്ല സോറി, ഓപ്പോസിറ്റ് ആംഗിൾസ് അഡ്ജസന്റ്. എന്താണ് അഡ്ജസന്റ് ആംഗിൾസ് എന്നാണ് പറഞ്ഞത്, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ് പറഞ്ഞത്? Adjacent angles. അഡ്ജസന്റ് ആംഗിൾസ് ഈക്വൽ ആണോ? വേറെ ഒരു പ്രോപ്പർട്ടി അല്ലേ പഠിച്ചത്? Hmm. Hmm. ആരാണ് വേറെ പറയുന്നത്? Parallelogram always be equal. പാരലലോഗ്രാം ഓൾവേസ് ബി ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? Opposite angles of a parallelograms are always equal. അത് പറഞ്ഞു, ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞു. വേറെ പ്രോപ്പർട്ടി എന്താണ്? Adjacent pairs of angle add up to 180. യെസ്, അഡ്ജസന്റ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. യെസ്, ലക്ഷ്മി ശ്രീ പറയൂ. ഓക്കെ, അൻവിത കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു കേട്ടോ, ലേറ്റ് അല്ല. യെസ്, കുഴപ്പമില്ല. ലക്ഷ്മി ശ്രീ പറയൂ. കാശിനാഥ് ലക്ഷ്മി ശ്രീ. Diagonals of parallelogram bisect each other. യെസ് യെസ്, എക്സാക്ട്ലി, വെരി ഗുഡ്. ആൻഡ് ഇനി ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ബാക്കിയുണ്ടോ? ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇനിയിപ്പം ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അഡ്ജസന്റ് ആംഗിൾസ് എന്താണ് 180 ഡിഗ്രി. അഡ്ജസന്റ് ആംഗിൾസ് ആണ് കേട്ടോ 180 ഡിഗ്രി ആവുന്നത്, അതായത് സപ്ലിമെന്ററി ആണ്. അതേപോലെ തന്നെ എന്താണ് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പാരലലോഗ്രത്തെ പറ്റി നമ്മൾ പഠിച്ചത്. എന്താണ് പാരലലോഗ്രാം എന്നും ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പാരലലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണല്ലേ. അതിന്റെ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ക്വാഡ്രിലാറ്ററൽ എന്താണെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഷേപ്പും കൂടി പഠിച്ചിരുന്നു, അതാണ് റോംബസ് അല്ലേ. അപ്പൊ എന്താണ് ഒരു റോംബസ്? റോംബസിന്റെ പ്രോപ്പർട്ടീസ് അല്ല, റോംബസിന്റെ ഡെഫിനിഷൻ എന്താണ്? ആരാണ് പറയാൻ നോക്കട്ടെ. ബെൽസൺ, കെവിൻ, ക്രിഷ്, ധൻവിന്ദ, സലിയ, കാശിനാഥ്, അഭിരാം, നിങ്ങളൊക്കെ എന്താണ് ക്യാമറ ഓഫ് ആക്കിയേക്കുന്നത്? അവനിക, റെയ്റ്റൻ. My network is sometimes coming stuck. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഇമാനുവൽ പറയൂ, എന്താണ് റോംബസ്? പറഞ്ഞു. മാം റോംബസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ മതിയില്ലേ? അല്ല, എന്താണ് റോംബസ് എന്ന് പറയൂ, പ്രോപ്പർട്ടീസ് ഞാൻ ചോദിക്കാം. A quadrilateral which all sides are in the same length is known as rhombus. സെയിം ലെങ്ത്തിന് എന്താ പറയാ? ഈക്വൽ എന്നല്ലേ പറയാ? Equal വെരി length ഗുഡ്. is അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആണ് കേട്ടോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു കേട്ടോ ഇമാനുവൽ. ഇനി അതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആര് പറയും? അവനിക പറയൂ. എന്താണ് ക്യാമറ ഓഫ് ആക്കിയിരിക്കുന്നത്? പറയൂ. മിസ് ചാർജിലിരിക്കുക ഐപാഡ്, അപ്പം ലൈക്ക് ക്യാമറ ഓഫ് ആയി പോവും ഓൺ ആക്കിയാൽ. ആണോ? ഓക്കെ ഓക്കെ. എന്താണ് പറയാ, റോംബസിന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഫസ്റ്റത്തെ പ്രോപ്പർട്ടി ലൈക്ക് ഏത് വേണമെങ്കിൽ പറയാട്ടോ, ഓർഡറിൽ വേണമെന്നില്ല. ഇങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് പറഞ്ഞോ. അവനിക. യെസ് മിസ്. ആര് വേറെ പറയുന്നുണ്ടല്ലോ? ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങൾ ക്യാമറ ഓൺ ആക്കൂട്ടോ. റെയ്റ്റൻ, അലിയ, ഞാൻ ഒരു തവണ പറഞ്ഞു, വീണ്ടും പറയുവാണ്, അനർഘ്യ, എല്ലാരും ക്യാമറ ഓൺ ആക്കാൻ കേട്ടോ. യെസ്, മാം ഞാൻ ചാർജർ നേരാക്കി വെച്ചിട്ട് വരാം, ഒരു മിനിറ്റ്. ഓക്കെ. യെസ്, അവനിക പറയും. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്താണ് നമ്മുടെ റോംബസിന്റെ? റോംബസ് പ്രോപ്പർട്ടീസ് ഓപ്പോസിറ്റ് angles are equal. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. കറക്റ്റ് ആണോ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് മതി 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 മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണോ? ഈക്വൽ ആണോ ഹർഷവർദ്ധൻ? No, ma'am. അല്ല. I think it's no. ഓക്കെ, അപ്പൊ എന്താണ് കറക്റ്റ്? They will bisect at 90 degree. യെസ് യെസ്, ദേ വിൽ ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി. വെരി ഗുഡ്, വെരി ഗുഡ് ട്ടോ. ഇനി അടുത്ത പ്രോപ്പർട്ടി ആരാ പറയാ? ആര് പറയും? ഭഗത് പറയൂ, ഭഗത്. പറയും. വേറെ പ്രോപ്പർട്ടി എന്താണ് നമ്മുടെ റോംബസിന്റെ?
ഓർമ്മയുണ്ട്. നിങ്ങൾക്കപ്പം ഞാൻ എടുക്കുന്ന മനസ്സിലാവുന്നില്ലേ? എന്താണ് നിങ്ങൾ ആൻസർ പറയാത്തത്? നിങ്ങൾ നോക്കിയിട്ടാണെങ്കിലും വായിച്ചോളൂ. ലൈക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് വായിച്ചാലും മതി. എന്താണ് സൂര്യോട്ടോടെ നോക്കിക്കോട്ടെ. ഭഗത്തിന് അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. കാശിനാഥ് പറയും. All sides are equal. എന്താണ് കേൾക്കുന്നില്ല മോനെ? ഒന്നുകൂടി ഒച്ചയിൽ പറയൂ. Adjacent angles up to 180 degree. യെസ്, അഡ്ജസന്റ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. പിന്നെ വേറെ അടുത്ത പ്രോപ്പർട്ടി ആരാ പറയുന്നത്? ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. വേറെ എന്തെങ്കിലും? ഇതൊക്കെയാണ് കേട്ടോ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. റോംബസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടെണ്ണം സ്പെഷ്യൽ ആണ് അല്ലെ? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും, പക്ഷെ ബൈസെക്ട് ചെയ്യുന്ന ഡയഗണൽസിന് 90 ഡിഗ്രി ആണ് കേട്ടോ. അതേപോലെ തന്നെ എന്താണ് properties? യെസ് പറഞ്ഞോളൂ വൈഷ്ണവി. Opposite sides are parallel, then all Okay. sides it will be equal. ഉം. Opposite angles will be equal. Okay. Adjacent angles sum up to 180 degree. Very good. Diagonals bisect each other at right angle, that is 90 degree. Then diagonals bisect the angles. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇതിനകത്ത് വെരി ഗുഡ് വൈഷ്ണവി, താങ്ക് യു. അപ്പൊ ഇതിനകത്ത് രണ്ട് സ്പെഷ്യൽ എന്താണ് ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വരുന്നത്. എന്താണ്? റോംബസിന് രണ്ട് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും, പക്ഷെ ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾസ് എപ്പോഴും 90 ഡിഗ്രി ആണ് കേട്ടോ. അതാണ് ഒരു സ്പെഷ്യാലിറ്റി. അതേപോലെ തന്നെ ഈ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ഒരു ആംഗിളിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നലെ കാണിച്ചു തന്നിരുന്നു എങ്ങനെയാന്നുള്ളത് കേട്ടോ. ഈ ഒരു റോംബസിൽ നമ്മൾ ഈ ഒരു ഡയഗണൽ കണ്ടോ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിൽ ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ എന്താണ്? രണ്ട് ആംഗിൾസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഈ ഡയഗണൽസ് ബൈസെക്ട് ദി ആംഗിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആംഗിൾ ഒരു ഡയഗണൽ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, രണ്ട് ആംഗിൾസ് ആയിട്ട് നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു റോംബസിന്റെ സ്പെഷ്യാലിറ്റി. രണ്ട് സ്പെഷ്യാലിറ്റീസ് ആണ് വരുന്നത്. ബാക്കിയെല്ലാം സിമിലർ ടു മറ്റുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെയാണ്, മറ്റുള്ള ഷേപ്സ് ആണ് കേട്ടോ. ഇതിൽ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഈ എന്താണ് റോംബസ്, എന്താണ് പാരലലോഗ്രാം എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇനിയിപ്പം അറിയാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. കാരണം യെസ് അനർക്ക, യെസ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ മെൻഷൻ ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി പഠിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഇനിയിപ്പം ആർക്കാണ്? ഭഗത്തിന് ക്ലിയർ ആയോ? അറിയില്ല പറഞ്ഞില്ലേ? ഡൗട്ട് മനസ്സിലായോ ഇപ്പൊ എന്താന്നുള്ളത്? ഓക്കെ ആണോ ഭഗത്? ഓക്കെ. ബാക്കി എല്ലാവർക്കും എന്താണ്? കേട്ടില്ല. സ്ലൈഡ് മാറ്റല്ലേ പറഞ്ഞു. മാറ്റല്ലേനോ? ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ഷോർട്ട് ആയിട്ടാണെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ പിന്നീട് നിങ്ങൾക്ക് ഇത് എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവുമല്ലോ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ച രണ്ട് ഷേപ്പ് കേട്ടോ. ഓക്കെ. ഇത് നിങ്ങൾ പ്രോപ്പർട്ടീസ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? നോട്ട് ചെയ്ത് വെക്കേണ്ടത്, അല്ലെ? പ്രോപ്പർട്ടീസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പം ആംഗിൾസ് കാണാൻ പറയുന്നു, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? മാറ്റിക്കോട്ടെ, സ്ലൈഡ് മാറ്റിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങൾ എപ്പോഴും തന്നിരിക്കുന്ന ഷേപ്പിൽ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് കാണിക്കുകയാണ് വേണ്ടത് കേട്ടോ. കോൺഗ്രുവന്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. അത് നമുക്ക് പല റൂൾസ് നമ്മൾ കോൺഗ്രുവന്റ് റൂൾ പഠിച്ചിട്ടുണ്ടാവും. SSS, AS, അങ്ങനെ ASA, അങ്ങനെ പല റൂൾസ് നമുക്ക് അറിയാം. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് വേണം കോൺഗ്രുവന്റ് ആണെന്ന് കാണിക്കണം. എന്നിട്ട് CPCT വെച്ചിട്ട് നമുക്ക് അതെന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ പറയുന്ന റൂള് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്കിയാണോ എല്ലാവർക്കും? എന്ത് പറ്റി എല്ലാവരും?
ഓക്കെ എന്താണ് കേട്ട് ഡാൻസ് ക്ലാസ്സിൽ പോയി വന്നോളൂ. ആണോ? അതുകൊണ്ട് ടയേർഡ് ആയിട്ടുണ്ടാവും അല്ലെ? ആണോ? എല്ലാവർക്കും ഇന്ന് എങ്ങനെയായിരുന്നു ഡാൻസ് ക്ലാസ് ഒക്കെ പോയി വന്നിട്ട് എത്ര നേരം ഉണ്ടാവും ഡാൻസ് ക്ലാസ് ഒക്കെ? എനിക്ക് ഇന്ന് 4 തൊട്ട് 5 വരെ ഉണ്ടാകുന്നുള്ളൂ. അതെയോ? ഓക്കെ. അപ്പൊ 1 അവർ 4:30 to 5:30 അതോ 4 4 to 5. 4 to 5 4 to 1 5. അവർ ക്ലാസ് അല്ലേ? അപ്പൊ അതൊരു എക്സസൈസ് ആണല്ലോ അല്ലെ? പെട്ടെന്ന് ടയേർഡ് ആവൂലേ വരുമ്പോഴേക്കും? 4 12 to 1. ഓ 12 ഉച്ചയ്ക്കാണല്ലേ? ഓ അടുത്താണോ ക്ലാസ്? മട്ടാഞ്ചേരി. ദൂരണ്ടോ? വാതുവത്തിലാണ് ഞാൻ ഇവിടെ. വാതുവത്തില്. അതെ എത്ര ലൈക്ക് 1 അവർ ഒക്കെ ട്രാവൽ ഉണ്ടോ അതോ? അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് ദൂരെ. ആണല്ലേ? ഓക്കെ 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 ഓക്കെ. ബാക്കി എല്ലാവർക്കും എന്തായിരുന്നു ഇന്ന് സാറ്റർഡേ ഒക്കെ ആയിട്ട്? എല്ലാരും എന്താണ് ടയേർഡ് ആണോ അതോ ചേച്ചി ക്യാമ്പ് ഉണ്ടായിരുന്നു മിസ്. ആണോ? ക്യാമ്പ് ഉണ്ടായിരുന്നോ? ഓ ഇന്നെന്താ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെയാണോ? സൈക്ലിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. കുറെ പേര് ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. അയ്യോ ഇമാനുവൽ ഞാൻ സോറി കേട്ടോ, ഞാൻ മറന്നു. ഇന്നൊന്ന് മെൻഷൻ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ. സോറി, ഞാൻ അങ്ങനെ മറന്നു വിട്ടുപോയതാ. ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം, വിട്ടുപോയതാട്ടോ. ഒന്ന് മെൻഷൻ ചെയ്തോളൂ, ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. സോറി, ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് ഡേ 2ന്റെ വർക്ക്ഔട്ട് പ്രോബ്ലംസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എന്താണ് നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ല പറ്റുള്ളൂ കേട്ടോ. സോറി ഇമാനുവൽ, ഞാൻ എന്തായാലും ചെയ്യാം. എന്തായാലും ചെയ്യും ഇന്ന് എന്തായാലും ചെയ്തിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് എന്റെ ഫോൺ എന്റെ അടുത്തുണ്ടാവില്ല, അതാണ് ഇപ്പൊ എന്താണ് ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ക്വാഡ്രിലേറ്ററിന്റെ മറ്റേ പ്രോപ്പർട്ടി ഒന്ന് കേട്ടിട്ട് ഏതിന്റെയാണ്? ക്വാഡ്രിലേറ്ററിന്റെ ക്വാഡ്രാറ്റിൽ ഏറ്റവും ഫസ്റ്റത്തെയാ? ഫസ്റ്റത്തെ നിങ്ങൾ നോട്ട് ചെയ്യുന്നില്ലേ അപ്പൊ? ഓക്കെ, ഫസ്റ്റത്തെ ക്വാഡ്രിലാറ്ററൽ. അതല്ല, എന്താണ് ക്വാഡ്രിലാറ്ററൽ? പാരലലോഗ്രാം ആണോ? റോംബസിന്റെ മുന്നേ കാട്ടിയത്. പാരലലോഗ്രാം. പാരലലോഗ്രാം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ക്വാഡ്രിലാറ്ററൽ ഡെഫിനിഷനിലോട്ടാണ് പോകേണ്ടതെന്ന് വിചാരിച്ചു. ഓക്കെ. പാരലലോഗ്രത്തിന്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു എന്താണ് ഷേപ്പ് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ അതിന് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ള മനസ്സിലാവും കേട്ടോ. പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഷേപ്പ് മൈൻഡിലോട്ട് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ നോക്കി എഴുതാം കേട്ടോ. എന്തായാലും പറയൂ, എന്താണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? ചെയ്തോ? ഞാൻ മാറ്റിക്കോട്ടെ സ്ലൈഡ്? യെസ്. ഓക്കെ. എല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാരും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് എന്താണ് ആംഗിൾസ് ഓഫ് റോംബസ്, ഇതൊക്കെ എന്താണ് അതിന്റെ പ്രൂഫ് ആണ് കേട്ടോ. പിന്നെ എങ്ങനെയാണ് നമുക്ക് റോംബസ് കൺസ്ട്രക്ട് ചെയ്യുക, അതേപോലെ തന്നെ പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഒരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു, പാരലലോഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഒരു പാരലലോഗ്രാം ആണ് ഇത്. ഓക്കെ. ഈ പാരലലോഗ്രത്തിന് എന്താണ് ആദ്യം തന്നെ നമ്മുടെ അടുത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്ന സമയത്തുണ്ടല്ലോ, ഡയഗണൽസ് വേണം നമ്മൾ ആദ്യം വരയ്ക്കാനായിട്ട്. ആദ്യം 2 ഡയഗണൽസ് വരയ്ക്കാം. ഓക്കെ. ഈ 2 ഡയഗണൽസ്, ഇതാണ് ഡയഗണൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എ ബി സി ആൻഡ് ഡി. ഈ എ സി എന്ന് പറയുന്നത് ബി ഡി എന്ന് പറയുന്നതാണ് ഡയഗണൽസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം ഈ ഡയഗണൽസ് നമുക്ക് ഏത് ലെങ്ത്തും വേണമെങ്കിൽ ആവാം. ഇപ്പൊ ഇവിടെ തന്നിട്ടില്ലാത്ത കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിലുള്ള ഡയഗണൽസ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം. എന്നിട്ട് അതിനെ ബൈസെക്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ. ബൈസെക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിനെ കൂട്ടി മുട്ടിപ്പിക്കണം. അതായത് ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു, നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഡയഗണൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇതിലോട്ട് കൂട്ടി മുട്ടിക്കുക. ജസ്റ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിവിടെ ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓന്നോ എന്ത് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ എൻഡ് പോയിന്റ്സ് എല്ലാം കൂട്ടിയിട്ട് കണക്ട് ചെയ്യാന്നാണ് കേട്ടോ. ഞാൻ അവിടെ വരച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് എല്ലാം കൂടി കണക്ട് ചെയ്യാന്നുള്ളതാണ് ഒരു പാരലലോഗ്രാം. സിമ്പിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് റോംബസ് എന്ന് പറയുന്നത്. റോംബസിന്റെ എന്താണ്, റോംബസും ഇതേപോലെ തന്നെ 2 ഡയഗണൽസ് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ബൈസെക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു, ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു. ഇത് ബൈസെക്ട് ചെയ്യുമ്പോൾ ഇവിടെ എപ്പോഴും 90 ഡിഗ്രിയാണ് വരിക. റോംബസിന്റെ കാര്യത്തിൽ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു അല്ലെ. 2 ലൈക്ക് എന്താണ് എക്സ്ട്രാ വരുന്ന ലൈക്ക് 2 ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് മറ്റുള്ള ഷേപ്പിനേക്കാളും നമ്മൾ പറഞ്ഞിരുന്നു.
എന്നിട്ട് ഇത് രണ്ടും കൂടി ബൈസെക്ട് ചെയ്യും. ഈ ഡയഗണൽസ് എടുക്കുന്നത് നമുക്ക് ഏത് ലെങ്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റനിൽ തരുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റനിൽ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ഡയഗണലിൽ ഇപ്പം 5 സെന്റിമീറ്ററും ഒരു ഡയഗണൽ 6 സെന്റിമീറ്ററും വരുന്ന ഡയഗണൽസ് യൂസ് ചെയ്തിട്ട് ഒരു റോംബസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇതാണ് 5 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ, എ ബി എന്ന് പേര് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യാം കേട്ടോ, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറെ ഒരു ലൈൻ അടുത്ത ഡയഗണലിൽ വരയ്ക്കണം. ആ ഡയഗണലിൽ ചിലപ്പോൾ ഒരു 6 സെന്റിമീറ്റർ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർ കറക്റ്റ് ആയിട്ട് എന്താണ് ഈ രണ്ടും ബൈസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രി തന്നെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സുകൾ കേട്ടോ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഒരു റോംബസ് ആയി. ഓക്കെ, അപ്പൊ ഈ റോംബസും അതേപോലെ തന്നെ പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഡയഗണൽസ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? എല്ലാം കൂടിയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എന്തായി? പാരലലോഗ്രാമും ആയി, അതേപോലെ തന്നെ റോംബസും ആയി കേട്ടോ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? സ്റ്റീവ് എന്ത് പറ്റി? തലവേദന എടുക്കുന്നുണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ? സ്റ്റീവിന് മനസ്സിലായോ അത് കൺസ്ട്രക്ഷൻ എങ്ങനെയാന്നുള്ളത്? സ്റ്റീവിന്റെ ആയിരുന്നില്ലേ ഇന്നലെ സൗണ്ട് വന്നത്? ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ എടുക്കുന്ന മനസ്സിലാവുന്നില്ലേ? കെവിൻ, അഭിരാം പറയൂ. അഭിരാം എന്താണ് ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ അഭിരാം? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾ എന്താണ് ബാക്കി എല്ലാവരും ക്യാമറ ഓൺ ആക്കാത്തത്? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. സ്റ്റീവ്, അതേപോലെ തന്നെ ഇമാനുവൽ, ധൻവിൻ ദാസ്, ബെൽസൺ, സമ, ആരുഷ്, അവനിക, കാശിനാഥ്, മുഹമ്മദ്, നിങ്ങൾ ക്യാമറ ഓൺ ആക്കൂ കേട്ടോ. ക്യാമറ ഓൺ ആക്കണേ. നമുക്ക് എന്നാ ഇന്ന് പ്രോബ്ലത്തിലോട്ട് പോയാലോ? എല്ലാവരും റെഡിയാണ്? ഓക്കെ ഓക്കെ, ഞാൻ ചെയ്യാം കേട്ടോ. IMMU ഗെയിം. ഓക്കെ, എന്തായാലും ഞാൻ ചെയ്യാം. ഞാൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. IMMU ഗെയിം. ഓക്കെ, ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. ഇമാനുവൽ ഇന്ന് എന്തായാലും ചെയ്യും ഞാൻ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും സാറ്റർഡേ ആയിട്ട് മടി പിടിച്ചിരിക്കുകയാണോ ഇന്ന്? മടിയാണോ എല്ലാവരും? എന്ത് പറ്റി ഇന്ന് ആരും അങ്ങനെ മിണ്ടുന്നില്ലല്ലോ? സ്റ്റാർട്ട് ചെയ്യാം മിസ്സേ. എന്താണ്? സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാണ്. എന്തൊക്കെ ക്ലിയർ ആയില്ല അൻവിത? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ. മിസ്സേ സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞാണ്. സ്റ്റാർട്ട് ചെയ്ത Start പ്രോബ്ലം ചെയ്യാന്ന് സ്റ്റാർട്ട് പറഞ്ഞാ ചെയ്യാന്നല്ലേ? മിസ്സേ. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാന്നാണോ? ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. ഓക്കെ, അതാണ്. അപ്പൊ നമുക്ക് പ്രോബ്ലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? റിമൈനിങ് ആംഗിൾസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? ആംഗിൾസ് കാണാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം തന്നെ ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇതാണ്, ഇതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് എന്താണ് ഓർമ്മ വരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രോപ്പർട്ടീസ് ഓർമ്മ വന്നാലേ നമുക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കണ്ടോ, ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. ആ ആംഗിൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യാനാ പറയുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തിട്ട് എല്ലാവരുടെയും ആൻസേഴ്സ് ഇടണം കേട്ടോ. ഓക്കെ, യെസ് യെസ്, ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും യെസ് യെസ്, അന്നർക്കിയ. ഓക്കെ, ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാൻ. ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഫോൺ നോക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പിന്നെ അടുത്ത ക്ലാസ്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മ കിട്ടില്ല. അതാണ് ഞാൻ പിന്നെയാണ് എനിക്ക് ഓർമ്മ വരിക നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ആ ഒരു PEAR എന്ന് പറയുന്നത് അതിൽ ഒരു ആംഗിൾ 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി ആംഗിൾസ് നിങ്ങൾ കാണണം. 3 ആംഗിൾസും കൂടി കാണാനുണ്ട്. എല്ലാവരും അത് കണ്ടിട്ട് എന്താണ് ആൻസർ വരിക എന്നുള്ളത് ചാറ്റിൽ ഇടൂ കേട്ടോ. ഫസ്റ്റത്തെ മാത്രം ചെയ്താൽ മതി. ബദാം അല്ലേ? ബദാം കഴിച്ച പ്രായമായില്ലേ? അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, ആണോ ഹർഷവർദ്ധൻ? അതാണ് ക്വസ്റ്റ്യൻ. അതാണ് ക്വസ്റ്റ്യൻ. ബാക്കി ഒരു ആംഗിൾ അല്ല കേട്ടോ. ആംഗിൾ ആറും ആംഗിൾ എയും ആംഗിൾ ഇ 3 ആംഗിൾസും നിങ്ങൾ കാണണം. അതായത് ഞാൻ ദാ ഇവിടെ മാർക്ക് ചെയ്യാം.
ഈ പറയുന്ന 3 ആംഗിൾസും നിങ്ങൾ കാണണം കേട്ടോ. ഈ 3 ആംഗിൾസിന്റെ എന്താണ് എത്രയാണ് വരിക എന്നുള്ളത് കാണണം കേട്ടോ. ഇതിൽ ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതെല്ലാം തന്നെ ക്വാഡ്രിലാറ്ററലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കോമയിട്ട് എഴുതിയാൽ മതി കേട്ടോ, എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നതാണ് ആൻസർ പറയുന്നത് കേട്ടോ. യെസ്, വൈഷ്ണവി. ഓക്കെ, യെസ്, വൈഷ്ണവിയുടെ കറക്റ്റ് ആണ് കേട്ടോ. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ധൻവിൻ ദാസ് കറക്റ്റ് ആണ്. കുറെ പേര് കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മുകളിലത്തെ ഇതൊന്നും നോക്കിയിട്ടില്ല, അപ്പം ഇപ്പഴാ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഹർഷവർദ്ധൻ കറക്റ്റ് ആണ്. യെസ് 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 യെസ്, വെരി ഗുഡ്. ആരാണ്? കാശിനാഥ് കറക്റ്റ് ആണ്. സ്റ്റീവിന്റെ കറക്റ്റ് ആണ്. ബാക്കി ആംഗിൾസ് കൂടി നമ്മൾ കാണണം കേട്ടോ മോനെ. സ്റ്റീവ്. ഋതുലയ ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അഭിരാം അത് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ? സബ്ട്രാക്ട് ചെയ്തപ്പോ അതാണോ വാല്യൂ വരിക? കേശവ് കറക്റ്റ് ആണ് കേട്ടോ. സമ യെസ് യെസ് യെസ്, കറക്റ്റ് ആണ് കേട്ടോ. സമയുടെയും കറക്റ്റ് ആണ്. ഹർഷവർദ്ധൻ കറക്റ്റ് ആണ്. നിത പറയൂ, എന്തൊക്കെയാണ് വാല്യൂസ് വരിക? അതായത് ഫസ്റ്റ് ഒരു ആംഗിൾ മാത്രം പറഞ്ഞാൽ മതി. ആംഗിൾ 6 പറഞ്ഞോളൂ, എത്രയാണ് വരിക? അഭിരാമിന്റെ ആൻസർ എവിടെയായിരുന്നു? അല്ല, സബ്ട്രാക്ട് ചെയ്ത വാല്യൂ കറക്റ്റ് ആണോ? അത് സബ്ട്രാക്ട് ചെയ്തത് കറക്റ്റ് ആണോ നോക്കൂ. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. നിത പറയൂ, ഫസ്റ്റത്തെ ആംഗിൾ 6 മാത്രം പറഞ്ഞാൽ മതി. അല്ല വേണ്ട, ആംഗിൾ എ പറഞ്ഞാൽ മതി. ആംഗിൾ എ പറയും. കേൾക്കാൻ പറ്റുന്നില്ല, മ്യൂട്ടിലാണ്. ആംഗിൾ എ 40. ആംഗിൾ എ 40 ഡിഗ്രി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? എന്താണ് റീസൺ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ. ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണല്ലേ. അപ്പം പിനോട് ഓപ്പോസിറ്റ് ആണ് ആര്? ആംഗിൾ എ അല്ലേ. അപ്പം ഈ പിയും എയും എന്താണ്? ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പി എന്ന് പറയുന്നതും എ എന്ന് പറയുന്ന ആംഗിളും എന്താണ്? ഈക്വൽ ആയതുകൊണ്ട് ഈ പി എന്ന് പറയുന്ന ആംഗിൾ 40 ഡിഗ്രി ആയതുകൊണ്ട് എ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? 40 ഡിഗ്രി ആണ് കേട്ടോ വരിക. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഇ എന്താണ്? ആരാ പറയാ? അൻവിത പറയൂ. ഞാനാണോ? അൻവിത ജിനേഷ് അല്ലേ? അതെ ഓക്കെ, 140 എങ്ങനെ കിട്ടി? കറക്റ്റാ? പ്ലസ് എന്താണ് കേട്ടില്ല? 40 പ്ലസ് എത്രയാണ്? 180 ആണ്. അപ്പൊ ഞാൻ 140 കൂടി കൂട്ടി. അതായത് അതെ, അതല്ലെങ്കിൽ 180 അല്ലെ. നമ്മൾ അഡ്ജസ്റ്റന്റ് ആംഗിൾസ് അതെ യെസ്, അഡ്ജസ്റ്റന്റ് ആംഗിൾസ് എന്താണ് നമുക്ക് അറിയാമല്ലേ? സപ്ലിമെന്ററി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ ആംഗിൾ പിയും ആംഗിൾ ഇയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പൊ ഇതില് ഓൾറെഡി 40 ഡിഗ്രി ഉണ്ട്. അപ്പം 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ഇ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 180 ഡിഗ്രി ആണ്. അപ്പൊ അതിൽ നിന്ന് ആംഗിൾ ഇ ഈക്വൽ ടു എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് 40. 180 മൈനസ് 40 എത്രയാണ് അഭിരാം? അഭിരാമിന് ഇതാണ് തെറ്റിപ്പോയത്, അല്ലെങ്കിൽ കറക്റ്റ് ആയേനെ. എന്താണ് 180 മൈനസ് 40? 140. 110 അല്ലേ തന്നിരുന്നത്? തെറ്റാണ് കേട്ടോ. 140 ഡിഗ്രി എന്ന് വരും. ആംഗിൾ ഈ നമുക്ക് എന്ത് കിട്ടി? 140 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആംഗിൾ 140 ആണെങ്കിൽ എന്തായിരിക്കും ആംഗിൾ 6 വരെ? ആരാ പറയാ? എയ്തൻ പറയൂ, എയ്തൻ. ആംഗിൾ 6 എത്ര വരും? 140 ഡിഗ്രി. എന്താണ് റീസൺ? Because opposite angles are equal. യെസ്, വെരി ഗുഡ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ പ്രോപ്പർട്ടീസ് പഠിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് 140നും 40നും വന്നേന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ ഒന്നുകൂടി വേണേ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ ഡൗട്ട് എല്ലാം അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാട്ടോ.
അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഓരോരുത്തരടുത്ത് ചോദിക്കാൻ പറ്റില്ല, എത്ര അധികം ആൾക്കാരുള്ളതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ലിയർ എന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ക്ലിയർ ആയൊരു മാത്രം കേട്ടോ. ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയി ഇട്ടോളൂ. Clear. ക്ലിയർ Full ആയി, clear. ഓക്കെ. ഫുൾ ക്ലിയർ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ മതി അല്ലെ? Crystal clear. ക്രിസ്റ്റൽ ക്ലിയർ ആയി. ഓക്കെ ഓക്കെ, യെസ്, വെരി ഗുഡ്, താങ്ക് യു. ക്ലിയർ ആയി. ക്ലിയർ ആയി, ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഏതാണ്? PQRS. എല്ലാവരും ചാറ്റ് ബോക്സിൽ വാല്യൂസ് ഇടുക. സെക്കൻഡും ചെയ്ത് കഴിഞ്ഞ്. അയ്യോ, ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടി ഇടുവോ? കാരണം ഇനിയിപ്പോ മേലോട്ട് പോകാൻ വയ്യാത്തോണ്ടാ. ഓക്കെ, യെസ്, ഇതേപോലെ തന്നെ കേട്ടോ. എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. യെസ് യെസ്, കാശിനാഥ് കറക്റ്റ് ആണ്. ലക്ഷ്മി ശ്രീ കറക്റ്റ് ആണ്. അനർക്യ കറക്റ്റ് ആണ്. എല്ലാവരുടെ ആൻസേഴ്സ് പോന്നോട്ടെ. ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇത് ഒരു വ്യത്യാസമില്ല, അവിടെ ആംഗിൾ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തരുവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അക്ഷയ് ക്ലിയർ ആണ് കേട്ടോ. അല്ല, മീൻസ് ശരിയാണ് കേട്ടോ. ഓക്കെ, യെസ് യെസ്. ഹർഷവർദ്ധൻ വെരി ഗുഡ് കേട്ടോ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഹർഷവർദ്ധൻ ഈവൻ എല്ലാം എന്താ പറയാ, ഡീറ്റെയിൽസ് വരെ കൊടുത്തിട്ടുണ്ട്, റീസൺ വരെ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. സ്റ്റീവ് വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അനർഗ്യ കറക്റ്റ് ആണ്. ഐറീൻ കറക്റ്റ് ആണ്. ഇമാനുവൽ യെസ് യെസ്. ഋതുലയ കറക്റ്റ് ആണ്. എല്ലാവരെയും ചെയ്തു കഴിഞ്ഞോ സെക്കൻഡ് ക്വസ്റ്റ്യൻ? കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ സമ പറയൂ. സമ, എന്താണ് ആംഗിൾ ആർ വരെ? നിങ്ങൾ എന്താണ് ക്യാമറ ഓൺ ആക്കാത്തത്? സമ, ബെൽസൺ, ഗൺമിൻദാസ്, ക്യാമറ ഓൺ ആക്കൂട്ടോ. ഞാനത് കുറെ തവണ പറയുന്നുണ്ട്, ബട്ട് നിങ്ങൾ അത് കേൾക്കുന്നില്ല. ഓക്കെ, യെസ്. സമ പറയൂ, എന്താണ് ആംഗിൾ ആർ എന്താ വരിക? Ma'am, 110 itself. യെസ്, എന്താണ് റീസൺ? Opposite angles. വെരി ഗുഡ്. എല്ലാവർക്കും 110 കിട്ടിയോ? ആംഗിൾ ആറ് കിട്ടിയില്ലേ? യെസ്, വെരി ഗുഡ്. അങ്ങനെയാണ്. ഓക്കെ, ഫൈൻ ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ബെൽസൺ പറയും. ബെൽസൺ, ആംഗിൾ ക്യൂ എത്ര വരും? ആംഗിൾ ക്യൂ, ബെൽസൺ. ഈ ക്യാമറ ഓൺ ആക്കാത്തവരെയാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. ബെൽസൺ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബെൽസൺ. ആരുഷ് പറയൂ. ഓക്കെ, ബെൽസൺ എന്തായാലും നമുക്ക് വിട്ടേക്കാം, ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. യെസ്, ആരുഷ് പറയൂ. എന്ത് പറ്റി തൻവിൻ? ആൻസർ പറയാനാണോ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇവരുടെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് പറയാൻ നോക്കട്ടെ, അല്ലെ ഞാൻ ചോദിക്കാം കേട്ടോ. 70. യെസ്, 70. എന്താണ് 70 കിട്ടാനുള്ള റീസൺ? എങ്ങനെ 70 കിട്ടി? minus 180 മൈനസ് 110. minus 110. യെസ്, വെരി ഗുഡ്. അപ്പൊ 180 നിന്ന് 110 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ 70 ഡിഗ്രി. അപ്പം എന്തായിരിക്കും ആംഗിൾ എസ്? ആംഗിൾ എസ് എന്തായിരിക്കും? ആരാണ്? തൻവിൻ പറഞ്ഞോളൂ, തൻവിൻ പറഞ്ഞോളൂ. 70 degree. 70 ഡിഗ്രി, വെരി ഗുഡ്. കാരണം എന്താണ്? റീസൺ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് കണ്ടോ, ഓപ്പോസിറ്റ് ആംഗിൾസും അതേപോലെ തന്നെ അഡ്ജസ്റ്റന്റ് ആംഗിൾസ്, സപ്ലിമെന്ററി എന്നുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് വന്നത് കേട്ടോ. ഇനി അപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ലൈക്ക് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഡയഗണൽ ഒക്കെ വരുന്നുണ്ടല്ലേ? അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ബാക്കിയെല്ലാം പറയൂ. ആരാണ്? ഡൗട്ട് ഉണ്ടോ? ആരോ ഹലോ എന്ന് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, എനിവേ യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യൂ. തേർഡ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ ബാക്കി എല്ലാ ആംഗിൾസും കാണണം കേട്ടോ. ഓക്കെ,
ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ എല്ലാരും ചാറ്റിനകത്ത് ഇട്ടോളൂ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. എല്ലാരും ചെയ്യണേ, എന്നിട്ട് ഞാൻ Ma'am, can വിളിക്കാം I അവരെ say the answer of third question? എല്ലാരും ചെയ്ത് തന്നിട്ട് ഞാൻ ചോദിക്കാം കേട്ടോ വൈഷ്ണവിയുടെ അടുത്ത്. Okay. ഓക്കെ, എല്ലാരും ചെയ്തോളൂ കേട്ടോ. മാം ആ ക്വസ്റ്റ്യൻ നാഷണൽ കൺസിഡർ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. ഞാൻ ഇവിടെ ഈ ആംഗിൾസ് ഞാനൊന്ന് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ ഇതിൽ മാർക്ക് ചെയ്തിട്ട് ഇത് എങ്ങനെയാന്ന് പറയണമെന്ന് അറിയണമല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. മാർക്ക് ചെയ്യാം 1 2 3. This is 1 2. ഇത് ആംഗിൾ 3. Then 4 5 6. Okay, 4 5 6. ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് അപ്പം കുറച്ചുകൂടി ഒരു ഈസി ആവുമല്ലോ. ആംഗിൾ 1 എന്താണ്, ആംഗിൾ 2 അങ്ങനെ എഴുതിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊടുത്തത്. എല്ലാരും ചാറ്റിൽ ഇട്ടോളൂ കേട്ടോ, ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ചെയ്ത് കഴിയാത്തവരുണ്ടോ ഇനി? ഈ പ്രോബ്ലം ചെയ്ത് കഴിയാത്തവർ ഉണ്ടോ? നിങ്ങൾ 1 2 3 4 അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2, ഇത് ആംഗിൾ 3 4 5 and 6 അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, കുറെ പേര് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. കുറച്ചുപേര് ശരിയാണ്, കുറച്ചുപേര് തെറ്റാണ്. ഇത് തെറ്റാണോ? ആരാണ്? അനർഘ്യ. അനർഘ്യ. ഓക്കെ, അനർഘ്യയുടെ ഞാൻ നോക്കട്ടെ. ഓക്കെ, ടോട്ടൽ ആയിട്ട് അങ്ങനെയാണോ കേട്ടത്? ഓക്കെ ഓക്കെ ഓക്കെ. യെസ് യെസ്, ശരിയാണോ? കറക്റ്റ് ആണ് കേട്ടോ. യെസ് യെസ് യെസ്. അങ്ങനെയാണെങ്കിൽ വൈഷ്ണവി ആംഗിൾ 3 എന്തായിരിക്കും? ആംഗിൾ 3 പറഞ്ഞു എന്തായിരിക്കും? Ma'am, angle 3 will be 30 degree എന്താണ് റീസൺ ആംഗിൾ 3 30 ഡിഗ്രി because ആവാൻ? they are opposite interior angle. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ആൻഡ് വാട്ട് അബൌട്ട് ആംഗിൾ 6? Angle 6 also it will be 30 degree because diagonals bisect at their midpoint through their യെസ്, mid. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം ഇതാണ് കേട്ടോ റീസൺ. എന്താണ്, ഞാൻ റീസൺ ഒന്നുകൂടി പറഞ്ഞുതരാം. ആൻഡ് വാട്ട് അബൌട്ട് ആംഗിൾ 2? എന്തായിരിക്കും വൈഷ്ണവി? ആംഗിൾ 2 എന്തായിരിക്കും? Ma'am, angle 2 will be it will be 1 second, ma'am. Angle 2, 1 minute, ma'am. I wrote it. Let me check. Third question. It forms 60 degree, so it will be 120 degree എന്താണ് റീസൺ? because they are supplementary angles.
യെസ് സപ്ലിമെന്ററി ആണ് ബിക്കോസ് ഈ ഒരു യെസ് കറക്റ്റ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് 5? 5 will be also 120 degree because they are opposite interior angles to you. Very good. And what about angle 4? Angle 4 also will be 30 degree. വെരി ഗുഡ് വെരി ഗുഡ്. ഇത് കുറെ പേർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് കേട്ടോ വൈഷ്ണവി, വെരി ഗുഡ്. ഓക്കെ, ഇതെന്താണ് നോക്കൂ. ഇത് ഈ ആംഗിളില് ഈ ഒരു എന്താണ് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഒരു ഡയഗണൽ വരുന്നുണ്ട് അല്ലെ. ഈ ഡയഗണൽ എന്താണ് ചെയ്യുന്നത്? ഒരു ആംഗിളിനെ വി എന്ന് പറയുന്ന മൊത്തമുള്ള ഒരു ആംഗിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ, ഒരു ഡയഗണൽ വരുമ്പോ അല്ലെ. ഇതാ ഇങ്ങനെ ഒരു ഫിഗറില് ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഈ ക്വാഡ്രിലാറ്ററലിനെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഡയഗണൽ വരുമ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു റോംബസിന്റെ പ്രോപ്പർട്ടി അല്ലെ, കണ്ടോ രണ്ട് ആംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ആംഗിൾ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിളും എന്തായിരിക്കും? 30 ഡിഗ്രി തന്നെയാണ് കേട്ടോ. അപ്പൊ ആംഗിൾ 3 എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രി. ഇനി നോക്കൂ, അതാണ് ഓപ്പോസിറ്റ് കേട്ടോ. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതേപോലെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് റോംബസിന്റെ നമ്മൾ പഠിച്ചിരുന്നു പ്രോപ്പർട്ടിയിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളത്. അപ്പം ആംഗിൾ 1 30 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ 3യും 30 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ 2 എന്താണ് 120 ആയത്? നോക്കൂ, ഈ XUV എന്ന് പറയുന്ന ട്രയാങ്കിൾ, XUV എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിനകത്ത് രണ്ട് ആംഗിൾസ്, ഓക്കെ ഞാൻ ദാ ഇവിടെ വരച്ചു കാണിച്ചു തരാം. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആൻസർ കിട്ടാത്തവർക്ക് ഈ രണ്ട് സൈഡും ഓൾറെഡി നമുക്ക് എന്താണ് 30ന്നും 30ന്നും കിട്ടി അല്ലെ. അപ്പൊ നമുക്കൊരു ട്രയാങ്കിളിനകത്ത് എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്ത് എന്ത് വരണം? 180 അല്ലെ. ഒരു ട്രയാങ്കിളിന് ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ്? എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? 180 ഡിഗ്രി ആണ് വരേണ്ടത്. അപ്പൊ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടില്ല, അതിന് പകരം ബാക്കി രണ്ട് ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പം 30 പ്ലസ് 30 പ്ലസ് ഏതോ ഒരു ആംഗിൾ ആണ് ആംഗിൾ 3, സോറി ആംഗിൾ 2 ആണ്, ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. So 60 degree plus angle 2 equal to 180 degree. Therefore angle 2 എത്രയാണ്? 180 degree minus 60 degree, that is equal to 120 degree. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമുക്കിവിടെ 120 ഡിഗ്രി. നമ്മൾ ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏത് ട്രയാങ്കിൾ ആണ്? ഈ UVX എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ ഒരു അല്ലെ താഴെ വരുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിനകത്ത് രണ്ട് ആംഗിൾസ് ഓൾറെഡി കിട്ടിയില്ലേ? 30 30 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മറ്റേ ആംഗിൾ കാണാനായിട്ട് എന്ത് ചെയ്യണം? 180യിൽ നിന്ന് നമ്മൾ 60 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ 120 ഡിഗ്രി എന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി അപ്പം ഈ ഒരു U കിട്ടി. യെസ്, ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ ആണോ? ബെൽസന് ക്ലിയർ ആയോ? 120 എങ്ങനെയാന്ന് വെച്ചാ ഡൗട്ട് ചോദിച്ചിരുന്നു. ഇപ്പം അക്ഷയ് പറയൂ. അക്ഷയ് സർ, ഇത് ആംഗിൾ 1634 അങ്ങനെ എഴുതാതില്ലേ? ഇത് ഒരുമിച്ച് കൂട്ടിയിട്ട് ആംഗിൾ V ഇത്ര അങ്ങനെ എഴുതാൻ പറ്റും? അല്ല, അങ്ങനെ എഴുതണ്ട കേട്ടോ. അങ്ങനെ എഴുതണ്ട. കാരണം ഇവിടെ സെപ്പറേറ്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ ആംഗിൾ എത്രയാണ്, അല്ലെങ്കിൽ ഈ U എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എത്രയാണ്, ഈ 3 എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്, സെപ്പറേറ്റ് അല്ലേ. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെയല്ല, നിങ്ങൾ ഒരു നമ്പറിങ് ഇട്ട് കൊടുത്തോളൂ, ഒരു നമ്പേഴ്സ് ഇട്ട് കൊടുത്തോളൂ. 1 2 3 4 ഇതേപോലെ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇങ്ങനെ വേണേലും ഇട്ട് കൊടുക്കാം. 1 2 3 4 5 6 എന്നൊക്കെ പറയുന്ന ഇത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് അല്ലാതെ നിങ്ങൾ V ഈക്വൽ ടു അല്ലെങ്കിൽ അങ്ങനെ എഴുതാം. അത് കറക്റ്റ് തന്നെയാണ്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മുടെ സെപ്പറേറ്റ് ആംഗിൾസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിക്കോളൂ കേട്ടോ. ഈ ആംഗിൾ V എന്ന് പറയുന്നതും ആംഗിൾ X ഈക്വൽ ടു എന്നൊക്കെ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 13 60 ഡിഗ്രി വരുന്നുണ്ട്. കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ അടുത്ത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആംഗിൾ അല്ലേ ചോദിക്കുന്നേ, അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ആംഗിൾ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിക്കോളൂ കേട്ടോ. പറയൂ, ആരാണ്? ഡൗട്ട് എന്താ? എന്താണ് കേട്ടില്ല? ഇവിടെ നെറ്റിന്റെ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തെ ലീവായി പോകുന്നുണ്ട്. ആണോ? ആർക്കാണ് പ്രശ്നം നെറ്റിന്റെ? ധൻവിനാണോ? ഓക്കെ, ഇത് മനസ്സിലായോ? ഇത് ഇങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലായി അല്ലെ? ഓക്കെ. ഇനി ഇപ്പം ലെഫ്റ്റ് ആയി പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, യെസ്. അൻവിത പറയൂ. ഏതാണ് ഈ 120യുടെ ആണോ? 120 അല്ലേ? അതോ മൊത്തം വേണോ? ആണോ? ഓക്കെ 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 ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും ലെഫ്റ്റ് ആയി പോയി അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ഈ ഒരു ആംഗിൾ ഞാൻ ഇങ്ങനെ കിട്ടിയത് പറഞ്ഞു. ഓക്കെ,
അപ്പൊ നമ്മളിങ്ങനെ നെയിമിങ് കൊടുത്തു കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഓൾറെഡി ആംഗിൾ 1, ആംഗിൾ 2, 3, 4, 5, 6 എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നെയിമിങ് കൊടുക്കാം കേട്ടോ. നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആൽഫബറ്റ്സോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഇവിടെ ആംഗിൾ 1 ഓൾറെഡി നമുക്ക് എന്താണ് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ആംഗിൾ 1 30 ഡിഗ്രിയാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഈ ഒരു ആംഗിൾ, ആംഗിൾ 3 എന്ന് പറയുന്നത്. ആംഗിൾ 3യും എന്തായിരിക്കും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ അതില്? ആംഗിൾ 1നോട് ഓപ്പോസിറ്റ് ആണ് ആര് വരുന്നത്? ആംഗിൾ 3 വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആംഗിൾ 1ഉം എന്തായിരിക്കും? ആംഗിൾ 1ഉം ആംഗിൾ 3യും എന്തായിരിക്കും? 30 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ്? അത് ഓപ്പോസിറ്റ് അല്ലേ, രണ്ടും ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ 30 ഡിഗ്രി നേട്ടി. ഇനി എന്താണ് നമുക്ക് ഇതിൽ കാണാനുള്ളത്? ആംഗിൾ 2 കാണാം. ആംഗിൾ 2 കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിൾ UVX എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. ഈ താഴെ വരുന്ന ഈ ട്രയാങ്കിൾ എടുത്തു. അതിനകത്ത് നമുക്ക് രണ്ട് സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇമാജിൻ ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിള്. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി. ഒരു ആംഗിൾ നമുക്ക് കാണാനുണ്ട്. ആംഗിൾ ആണ് ആംഗിൾ 2 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് അറിയുന്നത്? ഒരു ട്രയാങ്കിളിനടുത്ത് എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്ത് എന്ത് വരണം? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C, 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആണ് വരേണ്ടത് അല്ലേ? ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി. യെസ്, ഒരു ട്രയാങ്കിൾ എല്ലാ ആംഗിൾസും ആഡ് ചെയ്ത് എന്തായിരിക്കണം? 180 ആയിരിക്കണം. ഓക്കെ, അതേപോലെ ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എന്തായിരിക്കും? 360 ഡിഗ്രി ആണ്. എല്ലാ ആംഗിൾസും അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോരുത് കേട്ടോ, മാറിപ്പോരുത്. 360 ഡിഗ്രി ഏതിലാണ്? ക്വാഡ്രിലാറ്ററൽ വരും. ഇനി ട്രയാങ്കിളിലോട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും? 3 ആംഗിൾസും 180 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1ഉം കിട്ടി, 3യും കിട്ടി, 30 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ 2 കാണാൻ എന്ത് ചെയ്താൽ മതി? 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി പ്ലസ് ആംഗിൾ 2 ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അപ്പൊ ഇതിൽ നിന്ന് 30 പ്ലസ് 30 എത്രയാണ്? ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 60 ഡിഗ്രി പ്ലസ് ആംഗിൾ 2 ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ 2 എത്രയാണ്? 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എത്രയാണ്? 120 ഡിഗ്രി. ഡൗട്ട് ഉണ്ടോ അൻവിത? ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ നമുക്ക് എന്ത് കിട്ടി? 3 ആംഗിൾസും കിട്ടി. അപ്പം ഈ ഒരു ആംഗിൾ 2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 120 ഡിഗ്രി എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനോട് ഓപ്പോസിറ്റ് അല്ലേ ആംഗിൾ 5 എന്ന് പറയുന്നത്? ഈ ആംഗിൾ എന്തായിരിക്കും? 120 ഡിഗ്രി തന്നെയായിരിക്കും. മനസ്സിലായോ? ഈ ആംഗിൾ 2നോട് ഓപ്പോസിറ്റ് ആണ് ആംഗിൾ 5. അപ്പൊ അതുകൊണ്ട് ആംഗിൾ 2 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ 5ഉം എന്തായിരിക്കും? 120 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ ആംഗിൾ 6 നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്? 30 ഡിഗ്രി ആണ്. ബിക്കോസ് നമുക്ക് എന്താണ് ഒരു V എന്ന് പറയുന്ന ആ ആംഗിളിനെ ഒരു ഡയഗണൽ വന്നിട്ട് 2 ആംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആംഗിൾ 1 എന്താണോ ആംഗിൾ 1 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ 6ഉം എന്തായിരിക്കും? 30 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ ഇവിടെ ആംഗിൾ 3 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 4ഉം 30 ഡിഗ്രി തന്നെയായിരിക്കും. ഡൗട്ട് ഉണ്ടോ ഇതില്? അൻവിതയ്ക്ക് ക്ലിയർ ആയോ? യെസ്, ഫൈൻ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഏതാണ് ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കുന്നത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും കൂടിയും നിങ്ങൾ മടി വിചാരിക്കണ്ട കേട്ടോ. ക്ലിയർ ആയോ? ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെയാണ് കേട്ടോ പ്രോബ്ലംസ് വരിക. എന്താണ്? ആംഗിൾസ് കാണാനായിട്ട്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്, അല്ലാതെ വെറുതെ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്നുള്ളത്, ഇപ്പം ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ്, അല്ലെങ്കിൽ ഇപ്പം എന്താണ് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം കേട്ടോ. അല്ലാതെ നിങ്ങൾ വെറുതെ ഇപ്പം എനിക്ക് ചാറ്റിനകത്ത് നിങ്ങളിപ്പോ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആൻസർ ഇട്ടാൽ മതി, അതേപോലെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾ എല്ലാം മെൻഷൻ ചെയ്യണം. എന്താണ് റീസൺ എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടീച്ചേഴ്സ്. ലൈക്ക് ഓരോ ടീച്ചേഴ്സ് ചിലപ്പോൾ അവര് ആൻസർ ലൈക്ക് മാർക്ക് തരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളത് തെറ്റ് വരുത്തി വെക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നുണ്ടോ, പക്ഷെ നിങ്ങൾ ഇത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4th ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്തോളൂ കേട്ടോ. 4th ക്വസ്റ്റ്യൻ ഇവിടെ 20 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ആംഗിൾ 1, ഇതേപോലെ തന്നെ 2, 3, 4, 5, 6. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു 4 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുവിധം എങ്ങനെയാണ് ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾ ഓക്കെ ആവും കേട്ടോ ക്വാഡ്രിലാറ്ററലിനകത്ത്. സോ അതുകൊണ്ടാണ് ഈ ഒരേ പാറ്റേണിലുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാരും ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എന്താ പറയാ ചാറ്റിനകത്ത് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇട്ടോ? ഓക്കെ, ഞാൻ നോക്കാട്ടോ. മാം എന്നാണ് റിട്ടേൺ എക്സാം? റിട്ടേൺ എക്സാം ഇനിയിപ്പോ നിങ്ങൾക്ക് ഡേ 3ന്റെ വർക്ക്ഔട്ട്, അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഡേ 3ന്റെ കോൺസെപ്റ്റ് ക്ലാസ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഡേ 3ന്റെ വർക്ക്ഔട്ട് ക്ലാസ് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സാം വരിക കേട്ടോ. എന്ത് പറ്റി?
അന്ന് ലീവ് ആവാം എന്ന് വിചാരിച്ചിട്ടാണോ? അന്നൊന്ന് മുടക്കെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണോ? എല്ലായിടത്തും ഇന്ന് മഴ ഉണ്ടായിരുന്നോ നിങ്ങളുടെ അവിടെ നാട്ടിലൊക്കെ എല്ലാവരുടെയും? ഇനി അവധി ഉണ്ടാവുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും. ഇനി ഓൺലൈൻ എന്ന് വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ്? അവധിയുള്ള ദിവസങ്ങളിൽ. ഇനിയിപ്പോ അവധി ഉണ്ടാവുമോ? ലൈക്ക് മഴ ഇപ്പൊ കുറച്ചൊക്കെ നിന്നു തോന്നുന്നു അല്ലെ? ഋതുലയ കറണ്ട് പോയോ? ഓക്കെ, ഈ മഴയുള്ള കാരണം കറണ്ട് പോകും അല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. എല്ലായിടത്തും മഴയൊക്കെ നിന്നോ? ലൈക്ക് മഴ കുറവുണ്ടോ ഇപ്പൊ എല്ലായിടത്തും? അതോ മഴ സ്റ്റിൽ മഴയുണ്ടോ എല്ലായിടത്തും? ആണോ? എവിടെയാണ്? ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? എവിടെ? പാലക്കാട് കുറവുണ്ട്. അൻവിത എവിടെയായിരുന്നു? മറന്നുപോയി ഞാൻ. മാതുരുത്തി. ഏത് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അത്? മാതുരുത്തി. ഇവിടെ തേവര. എറണാകുളം. ഓക്കെ ഓക്കെ, മഴ കുറവുണ്ടോ? ഓക്കെ. ഇവിടെ ഇന്നും രാവിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, തൃശ്ശൂരൊക്കെ. ട്രിവാൻഡ്രത്ത് ചൂടാണോ അഭിരാം? ഓക്കെ, മഴയില്ലേ അവിടെ? നിങ്ങളുടെ ട്രിവാൻഡ്രത്ത് മഴയില്ലേ? അക്ഷയ് ഓക്കെ ഓക്കെ, കുറഞ്ഞിട്ടുണ്ടല്ലോ. അഭിരാമിന്റെ അവിടെയും കുറഞ്ഞോ? കൊല്ലത്ത് എനിക്ക് തോന്നുന്നത് ആരോ പറഞ്ഞിരുന്നല്ലോ അവധിയൊന്നും ഇല്ലാന്ന്. അപ്പൊ അവിടെ മഴ കുറവായിരിക്കുമല്ലോ അവിടെ. മിസ്സേ, ഇന്നലെ ചൂടാണോ? ഫ്രൈഡേ ഒരു കോമഡി നടന്നു. എന്തായിരുന്നു? എന്ത് പറ്റി? വെറുതെ ടൈം ടേബിൾ എടുത്തു വെച്ചാ ഫ്രൈഡേയുടെ ലാസ്റ്റ് സ്കൂളിൽ പോണ സമയത്താണ് സ്കൂളില്ലാന്ന്. ഇന്ന് ഫ്രൈഡേ ക്ലാസ്സിലാന്ന് മനസ്സിലാവണത്. ഏത് നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് ആണോ? ആ എപ്പോഴായിരുന്നു? എല്ലാരും അപ്പൊ രാവിലെ അല്ലേ? രാവിലെ വെറുതെ മിസ്സേ എഴുന്നേറ്റ് വെറുതെ അല്ല, രാവിലെ നിങ്ങക്ക് ക്ലാസ് ഉണ്ടായിരുന്നോ രാവിലെ? ഇല്ല. ഇല്ല. എന്നിട്ട് എന്തുണ്ടായത്? എന്നിട്ട് മനസ്സിലായില്ല. മാം അതെ, എന്താണ് രാവിലെ എഴുന്നേറ്റ് ഫുള്ള് റൂട്ടീൻ ചെയ്തിട്ട് റെഡി ആയതാണ് സ്കൂളിൽ പോകാൻ പോണായിരുന്നു. അപ്പോഴാണ് മെസ്സേജ് വന്നത് സ്കൂളില്ലാന്ന്, മഴ കാരണം. വെറുതെ പണി അപ്പൊ ഉണ്ടാക്കി. അപ്പൊ നന്നായില്ലേ? അപ്പൊ പിന്നെ നേരത്തെ എണീറ്റ കാരണം കുറെ അധികം സമയം കിട്ടൂല്ലോ നമുക്ക്. 5 o'clock എഴുന്നേറ്റേ. അപ്പൊ പിന്നെ ഉറങ്ങി വന്നിട്ട് എണീറ്റിട്ട്? ഉറങ്ങി ഒന്നും കൂടി. ഒരു അതെല്ലേ? 6:55 ആകുമ്പോഴാണ് ബസ് കണ്ടത്. അപ്പൊ ആ സമയത്ത് റെഡി ആയിരുന്ന സമയത്താണ് ഈ മെസ്സേജ് വന്നത്. അപ്പൊ നിങ്ങക്ക് അന്ന് രാവിലേക്കാണോ നിങ്ങക്ക് മെസ്സേജ് വരാ? തലേദിവസം വരില്ല മെസ്സേജ്? സാധാരണ നേരത്തെ വരാറുള്ളതാണ്. പക്ഷെ ഇപ്പൊ എന്താണ് ആണല്ലേ? നമുക്ക് ദേഷ്യം കേറി. എന്താ നേരത്തെ ആക്ച്വലി അത് നിങ്ങക്ക് ഇന്നലെ ഇന്ന് ആർക്കെങ്കിലും ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്ന് കുറെ പേര് ഇന്ന് കുറെ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, ഇന്ന് അവധി കുറെ പേർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സണ്ണി ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, ആരാണ് അനർഘ്യ? പറയൂ, എന്താ ഹാൻഡ് റൈസ്? ഞാൻ കണ്ടില്ല കേട്ടോ. ഇന്നില്ല കേട്ടോ റേറ്റൻ. ഇന്ന് നമുക്ക് റിട്ടേൺ എക്സാം നമുക്ക് ഡേ 3. നൈസ് നൈസ് നൈസ്. വെരി ഗുഡ്. ഓക്കെ, ഞാൻ നോക്കാം കേട്ടോ. ഡേ 3ന്റെ കോൺസെപ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഡേ 3ന്റെ വർക്ക് ഔട്ട് ക്ലാസ്സിലാണ് കേട്ടോ നമുക്ക് എന്ത് വരുന്നത്? റിട്ടേൺ എക്സാം വരുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ 4th വൺ ആരാണ് ആൻസർ പറയാൻ പോകുന്നത്? ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. ആരാണ്? അനർഘ്യ ചെയ്തു കഴിഞ്ഞോ? പറയൂ അനർഘ്യ, എന്താണ് ആൻസർ? മാം ക്യൂ അങ്ങനെ അല്ല, ക്യൂ അല്ല, ഓ എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞ പോരെ? അല്ല, ഈ നമ്പേഴ്സ് വെച്ച് പറഞ്ഞോളൂ. 1 2 3 അങ്ങനെ പറഞ്ഞു. 1 is equal to 20, 2 is 6 is equal to 20. 20 തന്നെയാണോ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്? വേറെ വല്ല വാല്യൂസ് കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്ത ആംഗിൾ 5 is equal to 140. 140 തന്നെയാണോ എല്ലാവർക്കും? വേറെ വാല്യൂസ് ഉണ്ടോ? 180 minus 40. 180 minus 20 അല്ലേ? 20. അപ്പൊ ഓക്കെ, അപ്പൊ എത്രയാണ് വരിക? 20 plus 140 ആണ് 20 എല്ലാവർക്കും. is equal to 40. 4 is 20. 4 is 20. 3 also 20. 3 also 20. 2 എത്രയാണ്? 140. 140. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ആൻസേഴ്സ്?
എന്തെല്ലാം ആൻസേഴ്സ് ഡിഫറെന്റ് ആയിട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? വെരി ഗുഡ് ട്ടോ. അനർഘ്യ വെരി ഗുഡ് ട്ടോ. യെസ്. അൻവിത കിട്ടിയോ? വൈഷ്ണവി, കൃഷ്, ഐറീൻ കിട്ടിയോ ആൻസേഴ്സ് എല്ലാവർക്കും? ആൻസേഴ്സ് തന്നെയാണോ കിട്ടിയത്? ആണോ? എന്ത് പറ്റി? എന്താണ് ഒരു തലയാട്ടലിന് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ? വൈഷ്ണവി. അതെ, Yes, ma'am, I ഓക്കെ. got the same answer. ഓക്കെ ഓക്കെ. അലിയ, പിന്നെ ഭഗത്, നിങ്ങൾക്കൊക്കെ കിട്ടിയോ ആൻസർ? അഭിറാം, ഇമ്മാനുവൽ, സ്റ്റീവ്, Yes, ma'am. ഹർഷവർദ്ധൻ. ഇത് എന്താണ് നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത സെയിം തന്നെയാണ് കേട്ടോ. എന്താണ് 20 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ 3. അപ്പൊ ആംഗിൾ 3യും എന്തായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലെ? ഒ എ ഇ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. അതിൽ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി 20 20 എന്നുള്ളത്. അപ്പൊ 40 ആയി. അപ്പൊ 180 മൈനസ് 40 ചെയ്യുമ്പോൾ എത്രയായി? 140 ഡിഗ്രി ആണ് ആംഗിൾ 2 വരുന്നത്. അപ്പൊ ആംഗിൾ 2നോട് ഓപ്പോസിറ്റ് ആരാ വരുന്നത്? ആംഗിൾ 5 വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആംഗിൾ 4ഉം 140 ഡിഗ്രി ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എല്ലാ ആംഗിൾസും കിട്ടി ട്ടോ. ഈ പ്രോബ്ലത്തിൽ ഏതെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 1 2 3 4 ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകും. കാരണം നമുക്ക് ആംഗിൾസ് എങ്ങനെയാന്നുള്ളത് പക്കയായിട്ട് നമ്മൾ പോകണം കേട്ടോ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ക്ലിയർ എന്ന് ചാറ്റ് ബോക്സിൽ ഇടണേ. ക്ലിയർ. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്രിസ്റ്റൽ ക്ലിയർ. ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ. ക്ലിയർ ആസ് വാട്ടർ. ഓക്കെ. അഭിറാം ഭയങ്കര എന്താ കാവ്യാത്മകമായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. യെസ്. അപ്പം യെസ്, നമ്മൾ ഈ പ്രോബ്ലം ചെയ്തു. ഇനി എന്താണ് വേറെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്ക് ഡയഗണൽസ് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യണം. നമുക്ക് വേറെ ഒരു ട്രിക്കി അല്ല, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഇത് ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കിട്ടുന്നവരും ഓക്കെ, വെരി ഗുഡ്. കിട്ടാത്തവർക്കും വെരി ഗുഡ്, കുഴപ്പമില്ല. നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാം. ഇന്ന് എന്ത് പറ്റി ബോറിങ്? ഇന്ന് ബോറിങ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്താണെന്നറിയോ, കുറെ പ്രോബ്ലംസ് ചെയ്യാനുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ലൈക്ക് നമുക്ക് ഗെയിം ഒക്കെ പറ്റുകയാണെങ്കിൽ കളിക്കാം കേട്ടോ. ബിക്കോസ് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ്. യെസ്. ഈ ഒരു പ്രോബ്ലം എല്ലാവരും വായിച്ചു. അവിടെ ഒ എസ് ഈക്വൽ ടു അവിടെ എഴുതിയിരിക്കുന്ന തെറ്റാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒ എസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒ എസ് 20, ഒ എൻ എത്രയാണ്? എക്സ് പ്ലസ് വൈ ആണ്. ഒ ആർ 16 ആണ്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇതില്? എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കാണാനാ പറയുന്നത് കേട്ടോ. എക്സിന്റെയും വൈന്റെയും. ഓക്കെ, ക്വസ്റ്റ്യൻ അതാണ്. എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കാണണം. എല്ലാവരും ചെയ്തോളൂ കേട്ടോ. ചെയ്തിട്ട് ഒന്ന് ആൻസർ ഇട്ടാൽ മതി. ഐ തിങ്ക് സ്റ്റീവ് ആൻസർ ഇട്ടിരുന്നു അല്ലെ? സ്റ്റീവിന്റെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റീവിന്റെ ആൻസർ കറക്റ്റ് ആട്ടോ. അനർഘ്യ ഒന്നുകൂടി ചെക്ക് ചെയ്യൂ കേട്ടോ. സ്റ്റീവിന്റെ കറക്റ്റ് ആണ്. അവനിക്ക കറക്റ്റ് ആണ്. ഇത് സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ടൈം എടുത്തോളൂ, ബട്ട് നിങ്ങൾ നോക്കിയിട്ട് ഒക്കെ ചെയ്യണേ. കാശിനാഥ് കറക്റ്റ് അല്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പൊ കിട്ടും.
കുഴപ്പമില്ല ഹർഷവർദ്ധൻ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ പറ്റുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. സിമ്പിൾ ആണ് ഇത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ മിസ് എന്നൊക്കെ പറയും കേട്ടോ. ട്രൈ ചെയ്തു കിട്ടും നിങ്ങക്ക്. വളരെ സിമ്പിൾ ആണ്, ഞാൻ വെറുതെ പറഞ്ഞല്ല, സിമ്പിൾ ആണ്. യെസ് ഐറീൻ, യെസ് കറക്റ്റ് ആണ് കേട്ടോ. കുറെ പേർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാശിനാഥ് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. കൃഷിന് കിട്ടിയോ ആൻസർ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൃഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റൈറ്റൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആൻസർ കിട്ടിയോ? ആലിയ കറക്റ്റ് ആണോ? എക്സിന്റെ വൈന്റെ കൃഷ്ണ, ഓക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. എക്സിന്റെ വൈയുടെ വാല്യൂസ് ആണ് കേട്ടോ കാണാൻ പറഞ്ഞിട്ടുള്ളത്. എക്സിന്റെ വൈന്റെ വാല്യൂസ്. അൻവിത കിട്ടുന്നുണ്ടോ? വൈഷ്ണവി ചെയ്തോളൂട്ടോ, ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ലൈക്ക് നിങ്ങൾ ടൈം എടുത്തോളൂ, ബട്ട് ചെയ്തു നോക്കണം. എയ്തൻ, സമ, ഋതുലയ, ഇമ്മാനുവൽ, അനർഘ്യ, തൂബ, നിത, കേശവ്, ലക്ഷ്മിശ്രീ, കാശിനാഥ്, ബെൽസം, അവനിക, അക്ഷയ്, ആരുഷ്. എനിക്ക് ആകെ കൂടെ കുറച്ച് ആൻസേഴ്സ് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ 26 പേരുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ആകെ 2-3 ആൻസേഴ്സ്. ആലിയ കറക്റ്റ് അല്ല, ഒന്നുകൂടി ചെക്ക് ചെയ്യും. സമ കറക്റ്റ് ആണ് കേട്ടോ. സമ കിട്ടി കറക്റ്റ് ആയിട്ട്. കൃഷിന്റെ ഏതാണ്? വൈ കറക്റ്റ് ആണ്. എക്സ് കറക്റ്റ് ആണോ? ഇല്ല കേട്ടോ, ഇന്ന് എക്സാം ഇല്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്ന് നമുക്ക് Day 2 വർക്കൗട്ട് വരുന്ന ക്ലാസ്സുകളിലൊന്നും എക്സാം ഇല്ല കേട്ടോ. ഇനി റിട്ടേൺ എക്സാം വരുന്നുണ്ട്, പക്ഷെ അത് വർക്കൗട്ടിലാണ് കേട്ടോ. 26 ആണ്. 27 കാണിക്കുന്നത് ഞാൻ ഉൾപ്പെടെയാണ് 27 എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ കള്ളം പറഞ്ഞതല്ല. 26 ഞാൻ ഉൾപ്പെടെ 27 ആണ്. 26 പേരല്ലേ ഉള്ളത്. ഇമാനുവൽ, മാത്സ് 27 - 1 26. യെസ് മുഹമ്മദ്. ഓക്കെ. ഋതുലയ കറക്റ്റ് ആണ് കേട്ടോ. ഐ തിങ്ക് കുറെ പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കുറെ പേര്. അവർക്ക് ആ ഒരു ഐഡിയ കിട്ടിയെന്ന് അർത്ഥം. വൈഷ്ണവി കിട്ടിയോ? എന്ത് പറ്റി? അവിടെ ആരായിട്ടാണ് വഴക്ക് കൂടുന്നത്? ആരെങ്കിലായിട്ട് വഴക്ക് കൂടുകയാണോ അവിടെ? No, ma'am, I'm in my cousin home. കസിൻ വന്നിട്ടുണ്ടോ? വീക്കെൻഡ് ആയതുകൊണ്ടാണോ കസിൻ വന്നത്? Yes, ma'am. ആണോ? ഓക്കെ. കസിൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ട്യൂഷനൊക്കെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? My cousin Okay. is also having 90+ tuition. She's sitting ആണോ? here. ഓക്കെ. അപ്പൊ മാത്സ് ക്ലാസ് ഏതപ്പോ എത്രയില്ല? എയ്ത്ത് തന്നെയാണോ? Yes, ma'am. അതെ അല്ലേ? Quadrilaterals itself. ക്വാഡ്രിലാറ്ററൽ തന്നെയാണോ? ഓക്കെ. എന്നിട്ട് കഴിഞ്ഞോ? ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞോ? No, she is also having day 2 workout session itself. അതെയോ? ഓക്കെ. അപ്പം ഒപ്പം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ രണ്ടുപേരും? Yes, ma'am. ഓക്കെ. അപ്പൊ ഡിസ്കസ് ചെയ്തിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? No, ma'am. Both are having different questions. ആണോ? ഓക്കെ. ഫൈൻ. ഗുഡ്. അപ്പൊ നിങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ?
യെസ്, ഇത് കിട്ടിയോ? ഫോർത്ത് വൺ. ഞാൻ വിചാരിച്ചു ചിലപ്പോ അനിയനും അനിയത്തൊക്കെ ആയിട്ട് വഴക്കൂടെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത് കേട്ടോ. No, ma'am, her brother came. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. Okay. എവിടെ പോയി എല്ലാവരുടെ ആൻസേഴ്സ്? കിട്ടുന്നുണ്ടോ നിങ്ങക്ക്? കുറെ പേര് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിട്ടോ, ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ആരാണ് പറയുന്നത് ഇതിന്റെ ആൻസർ? സ്റ്റീവ്. ആരാണ്? സ്റ്റീവ് അല്ലേ ഫസ്റ്റ് ആൻസർ ഇട്ടത്? സ്റ്റീവ് പറയൂ, എന്താണ് ആൻസർ? അല്ലെ ആർക്കാണ് ആൻസർ കിട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പറഞ്ഞോളൂ സ്റ്റീവ്, പറഞ്ഞോളൂ. എക്സിന്റെ 3. എക്സിന്റെ വാല്യൂ 3 ആൻഡ് വൈന്റെ വാല്യൂ 13. എങ്ങനെ കിട്ടി? ഇതിന്റെ പകുതിയാണിത്. അതെ അതെ, അതായത് കറക്റ്റ് ആണ് കേട്ടോ സ്റ്റീവ്, വെരി ഗുഡ്. ഐ തിങ്ക് സ്റ്റീവ് ആണ് ഫസ്റ്റ് ആൻസർ ഇട്ടത് കേട്ടോ. ഇത് നോക്കൂ, ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഇതൊരു പാരലലോഗ്രാം ആണെന്നുണ്ടെങ്കിലും ഈ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഈ ബൈസെക്ട് ചെയ്യുന്ന ഡയഗണൽസിന്റെ അല്ലേ ഒ എസ് എന്ന് പറയുന്നതും ഒ യു എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതേപോലെ തന്നെ എന്താണ് ഒ ആർ എന്ന് പറയുന്നതും ഒ എന്ന് പറയുന്നതും ഈക്വൽ അല്ലേ? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഡയഗണൽസ് ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു പാരലലോഗ്രാമോ എന്തെങ്കിലും ഒരു ഇതായിക്കോട്ടെ കേട്ടോ, ഞാൻ വരച്ചത് കറക്റ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് സേ 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഓ എ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടോ പറയുന്നത്. 10 സെന്റിമീറ്റർ എ സി എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും ബി ഡി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ എ ഒയും ഒ സിയും ഈക്വൽ അല്ലേ? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുമ്പോൾ എ ഒ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും, ഒ സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ഒ ഡി എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററും ഒ ബി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. അതായത് ഡയഗണൽസ് എന്താണ് ബൈസെക്ട് ചെയ്യുമ്പോൾ അതിന്റെ മിഡ് പോയിന്റ് അല്ലേ ഒ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതല്ലേ ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒ എന്ന് പറയുന്നത്. അപ്പം അപ്പുറം ഇപ്പുറം അല്ലെ? ഇപ്പം ഒ എസും ഒ യുവും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഒ ആറും ഒ എന്നും ഈക്വൽ ആയിരിക്കും അല്ലെ? മനസ്സിലായോ? ഇത്ര വരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അൻവിത, എന്ത് പറ്റി? ഡൗട്ട് ആയോ? എന്താണ് ഫേസ് ഒക്കെ ഒരു ഡൗട്ട് ആയിട്ടിരിക്കുന്നത്? എന്ത് പറ്റി? പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അൻവിതയ്ക്ക് ക്ലിയർ ആയില്ലേ? ചോദിച്ചോളൂ കേട്ടോ, മടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. എന്ത് പറ്റി? പറഞ്ഞുതരോ? പറഞ്ഞുതരാം. അത് നിങ്ങൾ ചോദിച്ചാൽ പോരെ, ഞാൻ പറഞ്ഞുതരില്ലേ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ടെററായിട്ട് ടെററായിട്ട് തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട്? ഓക്കെ, ഞാനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ. അതായത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഡയഗണൽസ് ആണ് അല്ലെ? എസ് യു എന്ന് പറയുന്നതും, ഞാൻ ഈ ഇമേജ് അതേപോലെ തന്നെ ഇപ്പുറത്ത് വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ അങ്ങനെ മൈൻഡ് ആക്കരുത് കേട്ടോ. ഞാൻ റഫായിട്ട് വരയ്ക്കുന്ന എനിക്ക് അങ്ങനെ കറക്റ്റ് വരയ്ക്കാൻ പറ്റില്ല. ഈ ഒരു ഫിഗറിനകത്ത് ഇതൊരു പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പാരലലോഗ്രാമത്തിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഈ ഡയഗണൽസ്, നമുക്കിവിടെ പറയേണ്ടത് ഡയഗണൽസിനെ പറ്റി അറിയേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, വേറെ ഒന്നിനെ പറ്റി ഇപ്പൊ നമ്മളിവിടെ നോക്കണ്ട. ഇതിൽ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇത് ഏതാണ് ഡയഗണൽസ്? എസ് യു എന്ന് പറയുന്നത് കേട്ടോ. എസ് യു എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഡയഗണൽസ് ആണ്. ഓക്കെ, ഈ ഡയഗണൽസ് എന്താണ്? ഒ എന്ന് പറയുന്ന പോയിന്റിൽ ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതില് എസ് ഒ എന്ന് പറയുന്നതും ഒ യു എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ അല്ലെ? എസ് ഒ എന്ന് പറയുന്നതും അവിടെ എഴുതിയിട്ടുണ്ട്, എസ് ഒ അല്ലെങ്കിൽ ഒ എസ് എന്ന് പറയുന്നതും ഒ യുവും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഒ ആറും ഒ എന്നും ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? പാരലലോഗ്രത്തിന്റെ പ്രോപ്പർട്ടിയില് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ എസ് യുവിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക, എസ് യുവിന്റെ കേട്ടോ. അപ്പൊ എസ് ഒ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ. ഒ യു എന്ന് പറയുന്നത് എന്താണ്? 5 സെന്റിമീറ്റർ ആയിട്ട് രണ്ടും സ്പ്ലിറ്റ് ആക്കി അല്ലെ? അപ്പം എസ് ഒ എന്ന് പറയുന്നതും ഒ യു എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഒ ആർ എന്ന് പറയുന്നതും ഒ എന്നും ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഈ ഒരു ഡയഗണലിന്റെ ലെങ്ത് നിങ്ങൾക്ക് ഒരു 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഒ ആർ എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററും ഒ എൻ എന്ന് പറയുന്നതും 3 സെന്റിമീറ്റർ ആയിട്ട് മാറി. മനസ്സിലായോ? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. ആ ബൈസെക്ട് ചെയ്യുന്ന ഡയഗണൽസ് അതിനൊരു മിഡ് പോയിന്റ് ഉണ്ട്. ആ മിഡ് പോയിന്റിന് ആ രണ്ട് വാല്യൂസ് അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് എഴുതാം നമുക്ക്? എസ് ഒയും ഒ യുയും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ ഈ ഒരു ഫിഗർ ഞാനൊന്ന് മായ്ക്കുന്നുണ്ട്. എസ് ഒയും ഒ യുയും ഞാൻ പറഞ്ഞു എന്താണ്? ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് എസ് ഒയുടെ വാല്യൂ തന്നിട്ടുള്ളത്? അൻവിത പറയൂ, എസ് ഒന്റെ വാല്യൂ അല്ലെങ്കിൽ ഒ എസിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്?
ഫിഗറില് എക്സോന്റെ അല്ലേ? എസ്ഒ യെസ് OSO SO എങ്ങനെ വേണേലും പറയാം. എന്താണ് വാല്യൂ തന്നിരിക്കുന്നത്? അവിടെ x+y അല്ല SO ദാ ഇവിടെ OSE ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയാലും മതി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഫിഗറിൽ നോക്കൂ. OS അല്ലെങ്കിൽ SO എന്ന് പറയുന്നത് ഇതല്ലേ? അതെ. അതെത്രയാണ്? അവിടെ 20 അല്ലേ? ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യനിൽ കണ്ടോ? അത് ഇവിടെ അതെ OS = 20 ആണ്. അപ്പൊ OS = 20, അത് OUനോട് ഈക്വൽ അല്ലേ? ഇപ്പുറത്ത് വരുന്ന ഈ ഒരു ഡയഗണലിനോട് ഈക്വൽ അല്ലേ? OUന്റെ വാല്യൂ എത്രയാണ്? ഓയുടെ വാല്യൂ അപ്പൊ 20. അല്ല, നമുക്ക് തന്നിരിക്കുന്ന എത്രയാണ്? നമുക്കവിടെ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന അത് രണ്ടും ഈക്വൽ ആണെന്നാ പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് തന്നിരിക്കുന്നത്. OUന് എന്താ തന്നിരിക്കുന്നത്? y+7 അല്ലേ തന്നിരിക്കുന്നത്? കാരണം നമുക്ക് ഇവിടെ കാണാൻ പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് കാണാൻ പറയുന്ന എക്സിന്റെ വൈയുടെ വാല്യൂ കാണണം. അപ്പൊ അതിന് ഈ രണ്ട് ഡയഗണൽസും ഈക്വൽ ആയതുകൊണ്ട് ബൈസെക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കുകയാണ് OS 20 തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ OU എത്രയാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ OUന് സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ y+7 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? y+7 തന്നെ എഴുതണം. ക്ലിയർ ആയോ അൻവിത? യെസ്. അപ്പൊ y+7 = 20 എന്നാണെങ്കിൽ y = എന്തായിരിക്കും? എത്രയാണ്? അല്ല പോരട്ടെ. y = എന്താണ്? y+7 = 20. അപ്പൊ y = എന്താണ്? 20 - 7 എന്നല്ലേ വരിക? ഈ 7 LHSലുള്ള 7 ഇങ്ങോട്ട് പോവും, RHSലോട്ട് പോവും അല്ലെ? ഇതാണ് LHS, ഇതാണ് RHS. ലെഫ്റ്റിലിരിക്കുന്നത് LHS, റൈറ്റിലിരിക്കുന്ന RHS. അപ്പം ഇവിടെ ലെഫ്റ്റില് LHSല് +7 RHSലോട്ട് പോകുമ്പോ അത് -7 ആയിട്ട് മാറും അല്ലെ? ഓർമ്മ വരുന്നുണ്ടോ ഇപ്പൊ കാര്യങ്ങളൊക്കെ? അപ്പൊ 20 - 7 എന്തായി? 13 ആയി. മനസ്സിലായോ എന്ത് പറ്റി അൻവിത? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ഞാൻ ഫേസ് കാണുമ്പോ കുറച്ചൊരു ഒന്നും ലൈക്ക് ഡൗട്ട് ഉള്ള പോലെ ഫീൽ ചെയ്യും. ചോദിക്കാണ്ട് പ്രശ്നമുണ്ടോ ചോദിക്കാൻ. ഓക്കെ, എനിക്ക് പെട്ടെന്ന് അല്ല, എനിക്ക് അങ്ങനെ മുന്നേ തോന്നിയിരുന്നില്ല. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ എനിക്ക് എന്തൊരു ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, യെസ്. അപ്പം 13 കിട്ടിയത് മനസ്സിലായില്ലേ? അൻവിതയ്ക്ക് മനസ്സിലായില്ലേ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ 13 എങ്ങനെയാ വന്നേന്നുള്ളത്? OSഉം OUയും ഈക്വൽ ആണ്. അപ്പൊ OSന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20, അല്ലെങ്കിൽ നമ്മൾ ഫിഗറിൽ നോക്കിയാലും 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ OS = OU എന്നാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? OSന്റെ വാല്യൂ 20 ആണ്. അപ്പൊ OUയുടെ വാല്യൂ y+7 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 20 = y+7. ഇതിൽ നിന്ന് y ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ? y = എന്താണ്? 20 - 7 = 13. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? അടുത്ത ഡയഗണലിനെ നോക്കുക. അടുത്ത ഡയഗണൽ ആരാണ്? RN ആണ്. RN നമുക്ക് O എന്ന് പറയുന്ന ഒരു എന്താണ്, ഒരു മിഡ് പോയിന്റ് അല്ലെ? ബൈസെക്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിലും ORഉം ONഉം ഈക്വൽ ആയതുകൊണ്ട് x+y = 16 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കാണാൻ പറ്റുക അൻവിത? എന്തായിരിക്കും? എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കാണാം? അപ്പൊ അങ്ങനെയാണെങ്കില് എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് വൈയുടെ വാല്യൂല് എന്ത് കൊടുത്താൽ മതി? 13 എന്ന് കൊടുത്താൽ മതി. കാരണം നമ്മൾ വൈയുടെ വാല്യൂ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടല്ലോ അല്ലെ? വൈയുടെ വാല്യൂ എന്താണ്? 13 എന്ന് നമ്മൾ കണ്ടുവച്ചു. അപ്പം x+13 = 16. അപ്പം therefore x = 16 - 13 = 3 എന്ന് കിട്ടി. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ വേറെ ആർക്കെങ്കിലും? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയി. ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ ക്ലിയർ എന്നൊന്ന് എന്താണ് ചാറ്റ് ബോക്സിൽ ഇടണേ. എനിക്കറിയില്ല നിങ്ങൾ എന്താണ് ക്ലിയർ ആയോ ഇല്ലയോ എന്നുള്ളത്. ക്ലിയർ. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പൊ ഇതേപോലെ ചെയ്താൽ മതി. താങ്ക് യു കേട്ടോ, കുറെ പേർക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ക്ലിയർ ആയെന്ന് വെച്ചാൽ ഇപ്പൊ ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വേറൊരു പാറ്റേൺ. ഓക്കെ, താങ്ക് യു കേട്ടോ, താങ്ക് യു. എല്ലാവരും ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം?
അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് എന്ത് ചെയ്യണം, കാണണം. എന്നിട്ട് ഒരു കാര്യം കൂടി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രോപ്പർട്ടീസ് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നും കൂടി നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. അതും കൂടി അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ നോക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒന്ന് ഡി എന്ന് പറയുന്നത് y+20 ആണ്. സി എന്ന് പറയുന്നത് 2x -30 ആണോ പ്ലസ് ആണോ? 2x+30 ആ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. 2x+30 2x+30 ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി ഇവിടെ എഴുതാം. y+20 2x+30 ആൻഡ് 3x -30. ഇപ്പൊ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കാണണം. ഏത് പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്തോളൂ. ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്ത് പറ്റി? ആർക്കും ആൻസർ കിട്ടുന്നില്ലേ? ഇതിന്റെ മൈൻഡ് ആംഗിൾസ് കാണണം എത്രയാണ് എന്നുള്ളത്. ഇതുവരെ ആരും ആൻസർ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. നിങ്ങൾ ടൈം എടുത്ത് ചെയ്തോളൂ, കുഴപ്പമില്ല. മാം ഞാൻ ഇട്ടിരുന്നു. കറക്റ്റ് ആണോ? ആണോ മാം? ആണോ? അതാ ഞാൻ ചോദിക്കുന്നത്. ഒന്നുകൂടി ചെക്ക് ചെയ്യൂ. ആൻസർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ആൻസർ എന്നുള്ളത്.
കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? എന്ത് പറ്റി? നേരത്തെ ക്വസ്റ്റ്യൻ കുറച്ച് പേരെങ്കിലും ചെയ്തിട്ട് ആൻസർ ഇട്ടെ. ഈ ക്വസ്റ്റ്യൻ ആരും ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ. കുറച്ചുപേര് ആൻസർ ഇട്ടിട്ടുണ്ട്. അവനിക ആൻസർ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടോ. നിങ്ങക്ക് കിട്ടുന്നുണ്ടോ? എന്തേലും ആൻസർ കിട്ടിയവരുണ്ടോ? എയ്തൻ. ഓക്കെ, എയ്തൻ ആൻസർ ഇല്ല മാം ട്രൈ കിട്ടിയിട്ടുണ്ട്. ചെയ്യണേ. സുനിത ട്രൈ മാം ചെയ്യാം. ട്രൈ ഓക്കെ 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 ട്രൈ ചെയ്തോളൂ കേട്ടോ. ഞാനൊരു 1 മിനിറ്റ് കൂടി തരാം കേട്ടോ. എന്നിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അനർഘ്യക്ക് കിട്ടിയോ? മാം കിട്ടി, പക്ഷെ ശരിയാണോന്ന് അറിയില്ല. ആണോ? കുഴപ്പമില്ല. പറയണോ? വേണ്ട, സാറില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി കേട്ടോ. കുഴപ്പമില്ല. കുറെ പേര് പല കുറച്ച് പേർക്ക് ഡിഫറെന്റ് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെയിം ആയിട്ട് ആർക്കും ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും ഡിന്നർ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത്? അതോ ക്ലാസ് കഴിഞ്ഞിട്ടാണോ ഡിന്നർ കഴിക്കുക? ക്ലാസ് കഴിഞ്ഞിട്ടാവൂലേ? എത്ര നേരത്തെ ആരെങ്കിലും കഴിക്കുവോ? 6 മണിക്ക് കഴിക്കുന്നവരുണ്ടോ? എല്ലാരും ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഡിന്നർ? നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോഴേക്കും വിശക്കുവോ? അതോ അത് കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് കഴിക്കുന്നവരുണ്ടോ? ഒരു ആഫ്റ്റർ ദ 9 മണി ക്ലാസ്. കഴിയുമ്പോ 9 മണി 9 കഴിയും. മണി കഴിയൂല്ലേ? ഓക്കെ. നേരത്തെ ഡിന്നർ കഴിക്കുന്ന ആരും ഇല്ല അതില്? ആരും നേരത്തെ കഴിക്കാറില്ല? ഒരു 6:30 to 6:30 കഴിക്കുന്ന. ശരിക്കും അപ്പൊ കഴിക്കണം എന്നാണ് പറയാ ഡിന്നർ. 6 o'clock അല്ല, ഒരു 8:59 ആകുമ്പോ ഞാൻ ചിലപ്പോ കഴിക്കും. അത്ര നേരത്തേക്ക്. അത് 9 മണിക്ക് അതിന് മുന്നേക്കെ കഴിക്കണം എന്നാണ്. 6 മണി 6:30 ആകുമ്പോ കഴിക്കണം എന്നാണ് സ്കൂൾ പറയാ. ഡേയ്സ് എടുത്ത ടൈമിംഗ് ആണ്. സ്കൂൾ ഡേയ്സ് എടുത്ത ടൈമിംഗ്. ഓക്കെ ആ സമയത്തിന് സ്കൂൾ ഡേയ്സ്. ഓക്കെ 9:30. എല്ലാരും 9:30. പബ്ലിക് സ്കൂളാണല്ലോ, അപ്പൊ ഒന്ന് കുറച്ച് നേരത്തെ എഴുന്നേക്കേണ്ടി വരും. ഓക്കെ 9:30 8:30 ആ ടൈമിൽ തന്നെയാണല്ലോ എല്ലാരും കഴിക്കുന്നത്. ഓക്കെ, ഞാനും അതെ കേട്ടോ. ഞാനൊരു 8. ആക്ച്വലി എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ 8 അല്ലെങ്കിൽ ഞാൻ 7:30 ഒക്കെ ആകുമ്പോഴേക്കും കഴിക്കും കേട്ടോ. ഞാൻ നേരത്തെ കഴിക്കാറുണ്ട്. സ്കൂൾ ഡേയ്സ് 6:30 ആണല്ലേ? ഓക്കെ. അപ്പൊ ഇത് നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇതിൽ നോക്കൂ, ആംഗിൾ ABCD എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ എന്താണ് എക്സിന്റെ വൈയുടെ വാല്യൂസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് പാരലോഗ്രത്തിന്റെ എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലേ? അപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ് ഈക്വൽ അല്ലേ? ആംഗിൾ എയും അതേപോലെ തന്നെ ആംഗിൾ സിയും എന്താണ് ഈക്വൽ ആണ്. ബിക്കോസ് ഓപ്പോസിറ്റ് ആംഗിൾസ് കേട്ടോ. ഓപ്പോസിറ്റ് ആംഗിൾസ് അതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ എ പാരലലോഗ്രാം കേട്ടോ. അപ്പം ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? 3x - 10 ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണ്? 2x + 30 ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങള് എക്സിന്റെ വാല്യൂ കാണണം. എക്സിന്റെ വാല്യൂ എങ്ങനെ കാണാൻ പറ്റും? എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരുന്നു. ലൈക്ക് ടേംസ് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അതായത് എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരണം. 3x ഈ RHSലുള്ള 2xനെ LHSലോട്ട് കൊണ്ടുവരുമ്പം 3x ഈ പ്ലസ് എന്താവും? മൈനസ് ആവും. -2x = ഇനി ഇവിടെ LHSലുള്ള -10നെ RHSലോട്ട് പോകുമ്പോൾ എന്താവും? അത് +10 ആവും. അപ്പം 30 + 10 ആയിട്ട് മാറും. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 3x ന്ന് 2x പോയാൽ എത്രയാണ്? x ആണ്. x = 40 ഡിഗ്രി എന്നുള്ളത് കിട്ടിയിട്ടുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും കിട്ടിയവരുണ്ടോ? എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. പാരലലോഗ്രത്തിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ അല്ലേ? ആംഗിൾ എ എന്ന് പറയുന്നത് 3x - 10 ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 2x + 30 ആണ്. അപ്പം
ഈ 2x നമ്മൾ എന്ത് ചെയ്യണം? RHSലുള്ള 2xനെ, ഇത് LHS ആണ്, ഇത് RHS ആണ് കേട്ടോ. അപ്പൊ ഈ RHSലുള്ള പോസിറ്റീവ് 2x LHSലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആയിട്ട് മാറും. സോ 3x മൈനസ് 2x ഈക്വൽ ടു എന്താണ്? LHSലുള്ള -10 അല്ലെങ്കിൽ -10 എന്താണ്? RHSലോട്ട് പോകുമ്പോൾ എന്താവും? അത് പോസിറ്റീവ് ആവും, അതായത് ഓപ്പോസിറ്റ് ആവും. ഇപ്പൊ പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. അപ്പം -10 എന്താണ്? RHSലോട്ട് വരുമ്പോ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ 30 ഓൾറെഡി ഉണ്ട്. അപ്പൊ 30 + 10 എത്രയായി? 40. 3x മൈനസ് 2x എത്രയാണ്? 1x. 1x നമ്മൾ പറയാറില്ലല്ലോ. സോ ദാറ്റ് ഇസ് x ഈക്വൽ ടു 40 എന്ന് വരും കേട്ടോ. അപ്പൊ 40 എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ x ഈക്വൽ ടു 40 കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആംഗിൾ എയും അതേപോലെ തന്നെ ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? y ആണ് കാണേണ്ടത്. ഓക്കെ, y കാണണം എന്നുണ്ടെങ്കിൽ ആംഗിൾ ഡിയും ആംഗിൾ സിയും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്? അഡ്ജസന്റ് ആംഗിൾസ്. അങ്ങനെ എടുക്കാട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ആംഗിൾ എയും ആംഗിൾ ഡി എടുക്കുകയാണെന്ന് വിചാരിക്കാം. ആംഗിൾ എയും അതേപോലെ തന്നെ ആംഗിൾ ഡിയും എന്താണ്? അഡ്ജസന്റ് ആംഗിൾസ്, സപ്ലിമെന്ററി അല്ലേ? അപ്പൊ ആംഗിൾ എയും ഞാൻ ഇവിടെ എഴുതാട്ടോ. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കണം കിട്ടുന്നുണ്ട്. അഡ്ജസന്റ് ആംഗിൾസ് ഇൻ എ പാരലലോഗ്രാം ആർ സപ്ലിമെന്ററി, അതായത് എന്താണ്? 180 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? 3x മൈനസ് 10 പ്ലസ് ആംഗിൾ ഡി എത്രയാണ്? y പ്ലസ് 20 ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി. അപ്പം ഇതിനകത്ത് എന്താണ്? എയുടെ വാല്യൂ നമുക്ക് ആംഗിൾ എ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? 3x മൈനസ് 10 അല്ലേ? ഇതിനകത്ത് എക്സിന്റെ വാല്യൂ എത്രയാ വരിക? എക്സിന്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കാം. ഈ 3x മൈനസ് 10ൽ എക്സിന്റെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എക്സിന് 40 ആണ്. അപ്പൊ 3 × 40 മൈനസ് 10. 3 × 40 എത്രയാണ്? 120 മൈനസ് 10 ഈക്വൽ ടു എത്രയാണ്? 110. ഓക്കെ, അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? 110 പ്ലസ് y പ്ലസ് 20 ഈക്വൽ ടു 180 ഡിഗ്രി എന്നുള്ളത് കിട്ടി. ഇനി ഇതിൽ നിന്ന് എന്ത് കണ്ടെത്തിയാൽ മതി? വൈയുടെ വാല്യൂ കണ്ടെത്തിയാൽ മതി അല്ലെ? സോറി, ഇതിൽ 110 പ്ലസ് 20 എത്രയാണ്? 130 ഡിഗ്രി പ്ലസ് y ഈക്വൽ ടു 180 ഡിഗ്രി. therefore y ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ആണ് വരിക. മനസ്സിലായോ? 50 ഡിഗ്രി കണ്ടോ? 50 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതില്? എക്സും വൈയും എങ്ങനെ കിട്ടിയെന്നുള്ളത് 40 ഡിഗ്രിന്നും 50 ഡിഗ്രിന്നും കിട്ടി. അപ്പം ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്ത? ഏതെങ്കിലും ആംഗിൾസ് എടുക്കുക, സപ്ലിമെന്ററി ആണെന്ന് കാണിച്ചാൽ മതി കേട്ടോ. അപ്പം എന്ത് ചെയ്യാ? പ്ലസ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അതിനകത്ത് എക്സിന്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം 40 ഡിഗ്രി ആണെന്നുള്ളത്. അപ്പൊ 40 ഡിഗ്രി എക്സിന്റെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ യെസ് എയ്തൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ നോക്കൂ, ഈ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? അപ്പൊ ആംഗിൾ എയും ആംഗിൾ സി ഈക്വൽ ആണ് നമ്മൾ എഴുതിയ. അപ്പൊ ആംഗിൾ എ എന്താണ് വരുന്നത്? 3x മൈനസ് 10 ആണ് അല്ലെ? ആംഗിൾ സി എന്താണ്? 2x പ്ലസ് 30 ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ഒരു എക്സ്പ്രഷൻ വന്നു. ആ എക്സ്പ്രഷനിൽ എക്സിന്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടെത്തണം. ഈ 3x മൈനസ് 2x, ഈ 2xന് RHS ഉള്ള 2xന് LHSലോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയി. അപ്പൊ 3x മൈനസ് 2x ഇസ് ഈക്വൽ ടു എന്താണ്? -10 മൈനസ് 10 RHSലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പൊ 30 പ്ലസ് 10 എത്രയാണ്? 40. 3x മൈനസ് 2x എത്രയാണ്? 1x. 1x എന്ന് പറയാറില്ല. x ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടി. അതേപോലെ തന്നെ നമുക്കറിയാം അഡ്ജസന്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ആംഗിൾ എ എന്ന് പറയുന്ന എടുത്തു, അതേപോലെ തന്നെ ആംഗിൾ ഡി എടുത്തു. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? 3x മൈനസ് 10 ആണ്. ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്താണ്? y പ്ലസ് 20 ആണ്. ഓക്കെ, ഈ 3x മൈനസ് 10ല് എക്സിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടി 40 ഡിഗ്രിന്ന്. അത് എന്ത് ചെയ്താൽ മതി? ഈ എക്സിന്റെ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 40 × 30 120 ആണ്. 120 മൈനസ് 10 ചെയ്യുമ്പോൾ എത്രയാണ്? അത് അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 110 ഡിഗ്രി എന്ന് കിട്ടി. 110 ഡിഗ്രി പ്ലസ് y പ്ലസ് 20 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് 110 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി എത്രയാണ്? 130 ഡിഗ്രി പ്ലസ് y ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് y ഈക്വൽ ടു എന്താണ്? ഈ 130 RHSലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും. 180 മൈനസ് 130 ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ എല്ലാവർക്കും? എന്ത് പറ്റി? ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മള് പ്രോബ്ലംസ് ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചൊന്ന് ലൈക്ക് ഒന്ന് സീരിയസ് ആയിട്ടുണ്ട്. ഓക്കെ, സത്യം പറയാന് ഒരു 9ാം ക്ലാസ്സിലത്തെ ക്വസ്റ്റ്യൻ പോലെ ഉണ്ട്.
എന്താണ് ആണോ? പക്ഷെ ഇത് കുറച്ച് എളുപ്പല്ലേ? അതാ നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്രഷൻ മാത്രം സോൾവ് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. ബാക്കി സിമ്പിൾ അല്ലേ? ഓപ്പോസിറ്റ് എന്തായാലും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അത് എടുത്തു അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആണോ? എനിക്കറിയില്ല കേട്ടോ, ചിലർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, എന്നാലും എനിക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബൈ. ഓക്കെ, സോറി. ബൈ ബൈ. എന്ത് പറ്റി അൻവിത? അൻവിത ഇങ്ങനെ തലയാട്ടിയോണ്ട് ബൈ പറയുന്നുണ്ടല്ലോ. എന്ത് പറ്റി? ക്ഷീണായോ? ക്വസ്റ്റ്യന് എന്താണ്? അല്ല നേരത്തെ പോലെ ഈസി, ഫോർത്ത് ക്വസ്റ്റിനെ പോലെ ഈസി ആവുന്ന ഞാൻ വിചാരിച്ചത്. ആണോ? അതാണ് പ്രശ്നം. ചെയ്തപ്പോ മനസ്സിലായില്ലേ എങ്ങനെയാന്നുള്ളത്? ചെയ്തപ്പോ മനസ്സില്ല, പക്ഷെ 9ാം ക്ലാസ്സിലത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻ പോലെ ഉണ്ടായിരുന്നു. ആണോ? കുഴപ്പമില്ല, 9ാം ക്ലാസ്സിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇമാനുവൽ, ഞാൻ മറന്നിട്ടില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. എന്താണ്? ടി അല്ല, സി ആണ്. അല്ല, ഇൻസ്റ്റാഗ്രാം അല്ലേ, സി ആണ് കേട്ടോ. ആ ഓക്കെ. ആണോ? സി ആണ്. സി ഫോർ ക്യാറ്റ്. CS. ഓക്കെ, ബൈ. എല്ലാവർക്കും ബൈ ട്ടോ. ബൈ.